നമസ്കാരം. സഹകാരി റൈസ് പ്ലസിന്റെ മറ്റൊരു SCERT സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് 7ാം ക്ലാസ്സിന്റെ ഓൾറെഡി നമ്മൾ കവർ ചെയ്ത പോർഷന്റെ സെക്കൻഡ് പാർട്ടായിട്ടാണ് പഠിക്കുന്നത്. കാരണം നമ്മൾ ആദ്യം പഠിച്ചത് ക്രസ്റ്റ് മാൻഡിൽ കോർ ആണ്. അത് നമ്മുടെ ഭൂമിയുടെ തന്നെ ഒരു ഭാഗം. ഇന്ന് നമ്മൾ നോക്കുന്നത് അതിന്റെ അറ്റ്മോസ്ഫിയറിക് ലെയേഴ്സും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ്. അപ്പൊ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ഓക്കെ, നമ്മുടെ ഭൂമി നമുക്ക് നോക്കാം. ഇന്ന് നമ്മുടെ ഭൂമിയുടെ അന്തരീക്ഷത്തെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, ഉദ്ഭവ സമയത്ത് ചുട്ടുപഴുത്ത അവസ്ഥയിലായിരുന്ന ഭൂമി കോടാനുകോടി വർഷങ്ങൾ കൊണ്ട് സാവധാനം തണുത്തു. ഈ പ്രക്രിയയിലൂടെ ഭൂമിയുടെ ഉള്ളിലുണ്ടായിരുന്ന വാതകങ്ങൾ പുറത്തേക്ക് വന്നു. അപ്പം അറ്റ്മോസ്ഫിയറിന്റെ ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അതിന്റെ ജസ്റ്റ് അറിഞ്ഞു തന്നെ പോകണം. നമ്മുടെ ഉത്ഭവ സമയത്ത് നമുക്കറിയാം ഭൂമി ഭയങ്കരമായിട്ടൊരു തീഗോളം ചുട്ടുപഴുത്ത അവസ്ഥയിലായിരുന്നു എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് അല്ലേ. ഈ ഭൂമിയിൽ കോടാനുകോടി വർഷങ്ങൾ കൊണ്ടാണ് ഈ ഭൂമി സാവധാനമാണ് തണുത്തത്. നമുക്കറിയാം ലൈഫ് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരേ ഒരു പ്ലാനറ്റ് ആണ് നമ്മുടെ എർത്ത്, ഭൂമി അല്ലെ. നിലവിൽ കണ്ടുപിടിച്ചിട്ടുള്ള ഒരേ ഒരു പ്ലാനറ്റ് ആണ് ഭൂമി, നമുക്കതറിയാം അല്ലെ. ഈ പ്രക്രിയയിലൂടെ ഭൂമിയുടെ ഉള്ളിലുണ്ടായിരുന്ന വാതകങ്ങൾ അപ്പൊ ചുട്ടുപഴുത്തു, അത് തണുത്തു എന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ടും ഈ തണുപ്പിന്റെ ആ പല ഘട്ടങ്ങളിലായിട്ട് ഭൂമിയുടെ ഉള്ളിലുണ്ടായിരുന്ന വാതകങ്ങൾ പുറത്തേക്ക് വന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ക്രമേണ ഭൂമിക്ക് ചുറ്റും നിരവധി വാതകങ്ങളുള്ള വായുവിന്റെ ഒരു ആവരണം ഉണ്ടായി എന്ന് മനസ്സിലാക്കാം. അപ്പൊ ക്രമേണ എന്ത് സംഭവിച്ചു? ഉള്ളിലുള്ള പല വാതകങ്ങളും പുറത്തേക്ക് വന്നു അല്ലെ. നിരവധി വാതകങ്ങളാണ് പുറത്തേക്ക് വന്നത്. വായുവിന്റെ ഒരു ആവരണമായി ഈ വാതകങ്ങൾ മാറി എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഇനി എന്ത് പറയുന്നു? ഭൂമിയെ ആവരണം ചെയ്യുന്ന ഈ വാതക പുതപ്പാണ് അന്തരീക്ഷം. അവിടെ ഒരു ചോദ്യമുണ്ട്. ഭൂമിയെ ആവരണം ചെയ്യുന്ന ഈ വാതക പുതപ്പ് ഏത് പേരിൽ അറിയപ്പെടുന്നു? അതാണ് നമ്മുടെ അന്തരീക്ഷം. ഭൂമിയെ ആവരണം ചെയ്യുന്ന വാതക പുതപ്പ് എന്താണ്? അന്തരീക്ഷം. ചോദ്യമായിട്ട് വേണമെങ്കിൽ ചോദിക്കാം, LGS ലെവലിലെല്ലാം അല്ലെ. സസ്യങ്ങളുടെ ആവിർഭാവത്തോടെ പ്രകാശ സംശ്ലേഷണ ഫലമായി അന്തരീക്ഷം ഓക്സിജനാൽ സമ്പന്നമായി. അപ്പം അന്തരീക്ഷം ഓക്സിജനാൽ സമ്പന്നമാവാൻ കാരണമായത് എന്താണ്? സസ്യങ്ങളുടെ ആവിർഭാവം. സസ്യങ്ങൾ വന്നു. സ്വാഭാവികമായിട്ടും സസ്യത്തിൽ എന്ത് നടക്കണം? ഫോട്ടോസിന്തസിസ് എന്ന പ്രോസസ് അല്ലെ, ഫുഡ് മേക്കിംഗ് പ്രോസസ് ആണ്. അതാണ് പ്രകാശ സംശ്ലേഷണം. ഇതിന്റെ ഫലമായിട്ട് നമുക്കറിയാം പ്രകാശ സംശ്ലേഷണ സമയത്ത് അല്ലെങ്കിൽ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡിനെ എടുക്കുകയും പുറത്തേക്ക് ഓക്സിജനെയുമാണ് ആര് വിടുന്നത്? എന്ത്? നമ്മുടെ സസ്യങ്ങൾ പുറത്തേക്ക് വിടുന്നത് ഓക്സിജനെയാണെന്ന് നമുക്കറിയാം അല്ലേ. അപ്പം അങ്ങനെ സമ്പന്നമായി ഓക്സിജൻ പുറത്തേക്ക് വിടുകയും അന്തരീക്ഷം എന്ത് ചെയ്തു? ഓക്സിജനാൽ സമ്പന്നമാവുകയും ചെയ്തു. അപ്പൊ രണ്ട് കാര്യങ്ങൾ നമ്മളിവിടെ പറഞ്ഞു, രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്. ഏതൊക്കെയാണ്? ഭൂമിയുടെ ആവരണം ചെയ്യുന്ന ഒരു വാതക പുതപ്പ് എന്താണ്? അന്തരീക്ഷം. അപ്പൊ എന്തുകൊണ്ടാണ് ഓക്സിജനാൽ നമ്മുടെ ഭൂമി സമ്പന്നമായത് എന്ന് ചോദിച്ചാൽ സസ്യങ്ങളുടെ ആവിർഭാവത്തോടെ പ്രകാശ സംശ്ലേഷണത്തിന്റെ ഫലമായിട്ടാണ് എന്താണ്? അന്തരീക്ഷം ഓക്സിജനാൽ സമ്പന്നമായത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി അന്തരീക്ഷത്തിലുള്ള വാതകങ്ങളാണ്. ഏതൊക്കെ വാതകങ്ങളാണ് ടെക്സ്റ്റിൽ പറയുന്നത്? നൈട്രജൻ പറയുന്നുണ്ട്, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് തുടങ്ങിയവ. അപ്പൊ പ്രധാനമായിട്ട് എടുത്തു പറയുന്ന 3 വാതകങ്ങൾ ഏതാണ്? നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവ. ഈ വാതകങ്ങൾ കൂടാതെ മറ്റ് വാതകങ്ങളും പൊടിപടലങ്ങളും ജലാംശവും ഉണ്ട്. അപ്പൊ ഇവിടെ തീർന്നോ? ഇല്ല, വേറെയും വാതകങ്ങൾ ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലേ. പിന്നെന്തുണ്ട്? പൊടിപടലങ്ങളും ജലാംശവും ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ പ്രധാനപ്പെട്ട 3 വാതകങ്ങളെ എടുത്തു പറയുന്നു: നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്. പിന്നെയും പറയുന്നു മറ്റു വാതകങ്ങളുണ്ടെന്ന് പറയുന്നു. അതുപോലെ തന്നെ പിന്നെ പറയുന്നുണ്ട് പൊടിപടലങ്ങളും ജലാംശവും ഉണ്ടെന്ന് പറയുന്നു. അന്തരീക്ഷത്തിൽ അടങ്ങിയിട്ടുള്ള വിവിധ വാതകങ്ങൾ ാണെന്നും അവ എത്ര അളവിൽ കാണപ്പെടുന്നു എന്നും നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് അറിയണം അല്ലെ, ഓരോ വാതകങ്ങൾ എത്ര അളവിൽ നമ്മൾ അന്തരീക്ഷത്തിൽ കാണും. നമുക്ക് കറക്റ്റായിട്ട് അറിയില്ലെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ ഏത്, ഏറ്റവും കുറവ് ഏത്, ഏറ്റവും കൂടുതലുള്ളതിന്റെ ഗുണം, കുറവുള്ളതിന്റെ ഗുണം, നമ്മുടെ ഓക്സിജൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഓക്സിജൻ അളവ്. അപ്പൊ ഇത് അറിയുന്നതിന് വേണ്ടി കൂടുതലായിട്ട് പോകാം. അപ്പൊ നമുക്ക് ഓരോന്നിന്റെ അളവ് അറിയണം. അതിനു മുന്നേ നമ്മൾ അറിയേണ്ടതാണ് അന്തരീക്ഷ സംരചന. എന്താണ് അന്തരീക്ഷ സംരചന എന്നാൽ? അതാണ് കോമ്പോസിഷൻ ഓഫ് ദി
അറ്റ്മോസ്ഫിയർ. എന്താണെന്ന് നോക്കാം. ഭൗമോപരിതലത്തിൽ നിന്ന് 10,000-ഓളം കിലോമീറ്റർ ഉയരം വരെ അന്തരീക്ഷത്തിന്റെ സാന്നിധ്യമുണ്ട്. അപ്പൊ അന്തരീക്ഷത്തിന്റെ സാന്നിധ്യം സ്കൂൾ ടെക്സ്റ്റുകളിൽ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു. എത്രയാണ്? ഭൗമ ഉപരിതലത്തിൽ നിന്ന് 10,000-ഓളം കിലോമീറ്റർ ഉയരം വരെ അന്തരീക്ഷത്തിന്റെ സാമീപ്യമുണ്ട്. നമുക്ക് സ്റ്റേറ്റ്മെന്റ് ഫോമിലൊക്കെ ചോദിക്കാം. എന്നാൽ ആകെ അന്തരീക്ഷ വായുവിന്റെ 97% സ്ഥിതി ചെയ്യുന്നത് ഭൗമോപരിതലത്തിൽ നിന്നും ഏകദേശം 29 കിലോമീറ്റർ ഉയരം വരെയാണെന്ന് കണക്കാക്കപ്പെടുന്നു. അപ്പോൾ നിലവിലെ കണക്കനുസരിച്ച് ഇപ്പോൾ ഇതൊരു ലെയറാണ്, ഇത്രയും നമ്മുടെ അറ്റ്മോസ്ഫിയർ ആണ്. ഇത് ഏകദേശം 10,000 കിലോമീറ്റർ ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ഇത് 10,000 കിലോമീറ്റർ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് വെറുതെയെങ്കിലും ഒന്ന് കണക്ക്, ഇവിടെ 29% എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണേ. ഇതൊരു 29% അല്ല, 29 കിലോമീറ്റർ എന്ന് ആലോചിക്കാം. ഇനി ഈ ഭാഗത്താണ്, ഇത്രയും ഭാഗത്താണ് 97% കാണപ്പെടുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പൊ എന്താണ് പറഞ്ഞത്? ഭൗമോപരിതലത്തിൽ നിന്നും ഏകദേശം 10,000-ഓളം കിലോമീറ്റർ വരെ നമ്മുടെ അന്തരീക്ഷം വ്യാപിച്ചു കിടക്കുന്നു. എങ്കിൽ പോലും ആദ്യത്തെ 29 കിലോമീറ്ററിലാണ്, ആ ഉയരം വരെയാണ് 97% എന്താണ് അന്തരീക്ഷ വായുവിന്റെ 97%വും ഈ 29 കിലോമീറ്ററിന്റെ ഉള്ളിലാണ് ഇത് കണ്ടുവരുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് പറഞ്ഞു എന്നുള്ളത് ഓർത്ത് വെക്കുക. 29 കിലോമീറ്ററും ഈ 97%വും കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. അപ്പൊ നമ്മൾ എന്താണ് പറഞ്ഞത്? ഏകദേശം 10,000-ഓളം കിലോമീറ്റർ ആണ് നമ്മുടെ അന്തരീക്ഷ പാളി നിൽക്കുന്നതെങ്കിൽ പോലും ആദ്യത്തെ 29 കിലോമീറ്ററിലാണ് 97%വും സ്ഥിതി ചെയ്യുന്നത്. അന്തരീക്ഷ വായുവിന്റെ 97% സ്ഥിതി ചെയ്യുന്നത് ആദ്യത്തെ 29 കിലോമീറ്ററിലാണ് എന്ന് ഇവിടെ പറയുന്നു. ഇനി മനുഷ്യനും മറ്റു ജീവജാലങ്ങൾക്കും ജീവവായുവായ ഓക്സിജൻ, സസ്യങ്ങളുടെ നിലനിൽപ്പിന് ആവശ്യമായ കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവ ലഭിക്കുന്നത് അന്തരീക്ഷത്തിൽ നിന്നാണ്. അപ്പം നമുക്കറിയാം, നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഇമ്പോർട്ടൻസ്. ലൈഫ് എക്സിസ്റ്റ് ചെയ്യാൻ ഇവരുടെ രണ്ടിന്റെയും ഇമ്പോർട്ടൻസ് വളരെ കൂടുതലാണ്, നമുക്കറിയാം. അപ്പം ഈ രണ്ട് വാതകങ്ങൾ ഭൂമിയിൽ ജീവൻ നിലനിർത്തുന്നതിന് മുഖ്യ പങ്ക് വഹിക്കുന്നു. ഇങ്ങനെ ഒരു ചോദ്യം വരാം. ഭൂമിയിൽ ജീവൻ നിലനിർത്തുന്നതിന് മുഖ്യ പങ്ക് വഹിക്കുന്ന രണ്ട് വാതകങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ അത് ഏതൊക്കെയാണെടാ? ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡുമാണ്. ഓക്കെ, അപ്പൊ ഇത്രയും മനസ്സിലായിരുന്നു. അപ്പൊ അന്തരീക്ഷ സംരചന നമ്മുടെ ഏകദേശം അതിന്റെ ഒരു ഇൻട്രോയാണ് ഇവിടെ പറഞ്ഞത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ അന്തരീക്ഷ വാതകങ്ങൾ എത്ര ശതമാനമുണ്ട് എന്നുള്ളതാണ് ഈ കാണിച്ചിരിക്കുന്നത്. കണ്ടോ, നൈട്രജൻ 78% നമ്മുടെ ഓക്സിജൻ 21%. അപ്പൊ നൈട്രജൻ എത്ര ശതമാനം? 78%. ഓക്സിജൻ എത്ര ശതമാനം? 21%. രണ്ടും ഓർത്ത് വെക്കുക. ഇനി ഇതാ കണ്ടല്ലോ, ഒരു ശതമാനം. ഈ 1% ഈ പറയുന്ന എല്ലാ വാതകങ്ങളും ഉൾക്കൊള്ളുന്നത്. ഏതൊക്കെയാണ്? ആർഗൺ, കാർബൺ ഡൈ ഓക്സൈഡ്, നിയോൺ, ഹീലിയം, ക്രിപ്റ്റോൺ, സിനോൺ, ഹൈഡ്രജൻ. ഓക്കെ, അപ്പം എത്രയാണെടാ? നൈട്രജൻ 78%. എത്രയാണ്? ഓക്സിജൻ 21%. ആ 1% ഉൾക്കൊള്ളുന്ന ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന ഈ കൃത്യമായിട്ടുള്ള വാതകങ്ങളുടെ പേര് ഓർത്തു വയ്ക്കണം. കാര്യം സ്റ്റേറ്റ്മെന്റിൽ ഇവരെല്ലാം ഉൾപ്പെടുത്താം. അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു? 78% നൈട്രജൻ, 21% ഓക്സിജൻ. ബാക്കി വരുന്ന 1% കാണപ്പെടുന്ന വാതകങ്ങളാണ് ആർഗൺ, കാർബൺ ഡൈ ഓക്സൈഡ്, നിയോൺ, ഹീലിയം, ക്രിപ്റ്റോൺ, സിനോൺ, ഹൈഡ്രജൻ. ഇവിടെ തന്നിട്ട് ഈ കുറെ വാതകങ്ങൾ വേറെയും തന്നിട്ട് ഉൾപ്പെടാത്തത് ഏത് എന്നൊക്കെ പറഞ്ഞ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇത്രയും കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പൊ അറിയുക, അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാണ് എന്നാണ് ചോദ്യമെങ്കിൽ നമ്മൾ കണ്ടു അല്ലേ? എത്രയുണ്ടടാ? 78% എന്തുണ്ടെന്ന് നമ്മൾ പറഞ്ഞു? നൈട്രജൻ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ? നൈട്രജൻ 78% ഉണ്ടെന്ന് പറഞ്ഞു. 21% ഓക്സിജൻ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇത് രണ്ടും നിങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കണം. അപ്പൊ നമ്മുടെ ചോദ്യം എന്താണ്? അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാണ്? നമ്മൾ കണ്ടു 78% നൈട്രജൻ. നൈട്രജനും ഓക്സിജനും കൂടി ആകെ അന്തരീക്ഷ സംരചനയുടെ എത്ര ശതമാനം ഉൾക്കൊള്ളുന്നു? അപ്പൊ നമുക്ക് എത്ര പറയാം? 78 +
21 എത്രയാണടാ 99% എന്ന് നമുക്ക് പറയാം അല്ലേ. ഇനി സൂര്യതാപമേറ്റ് ഭൗമോപരിതലത്തിൽ നിന്നും ജലം നീരാവിയായി അന്തരീക്ഷത്തിലെത്തുന്ന പ്രക്രിയയാണ് ബാഷ്പീകരണം അഥവാ ഇവാപൊറേഷൻ. അപ്പൊ എന്താണ് ബാഷ്പീകരണം? പറയടാ, എന്താണ് ബാഷ്പീകരണം? സൂര്യതാപമേറ്റ് ഭൗമോപരിതലത്തിൽ നിന്ന് ജലം നീരാവിയായി അന്തരീക്ഷത്തിലെത്തുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേരാണ് ബാഷ്പീകരണം അഥവാ ഇവാപറേഷൻ. അപ്പം സൂര്യന്റെ ചൂട്, ശക്തമായ ചൂട് ഭൗമ ഉപരിതലത്തിൽ വരികയും ഇത് അപ്പം എന്താണ് വെള്ളം അതിൻ്റെ സ്റ്റേറ്റ് മാറി എന്തായിട്ട് മാറുന്നു? ഗേഷ്യസ് ഫോമിലേക്ക് മാറുന്നു അല്ലേ. എന്നിട്ട് ഇത് അന്തരീക്ഷത്തിലേക്ക് എത്തുന്ന പ്രക്രിയ അതിനെ നമ്മൾ പറയുന്നു ഇവാപറേഷൻ അഥവാ ബാഷ്പീകരണം എന്ന്. ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം 90 കിലോമീറ്റർ വരെ മാത്രമേ ജലബാഷ്പത്തിന്റെ സാന്നിധ്യമുള്ളൂ. അതുകൂടി ആലോചിച്ച് വെക്കുക. അപ്പൊ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഭൗമോപരിതലത്തിൽ നിന്നും വെറും 90 കിലോമീറ്റർ വരെ മാത്രമേ ജലബാഷ്പത്തിന്റെ സാന്നിധ്യമുള്ളൂ. അപ്പൊ ജലബാഷ്പത്തിന്റെ സാന്നിധ്യം എത്ര കിലോമീറ്റർ വരെ ഉള്ളൂ എന്ന് ചോദിച്ചാലോ, അത് 90 കിലോമീറ്റർ വരെ ഉള്ളൂ എന്നത് ഓർത്തു വെക്കുക. അപ്പം എത്രയാണ്? 90 കിലോമീറ്റർ ആണ്. കൃത്യമായിട്ട് ഓർത്തു വെക്കുക. സ്കൂൾ ടെക്സ്റ്റിലെ ഓരോ പോയിന്റുകളും ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് ആയിട്ടോ അല്ലാത്ത ചോദ്യങ്ങളായിട്ടോ ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും. അപ്പൊ ഇവിടെ നമ്മൾ 2 കാര്യങ്ങൾ പറഞ്ഞു അല്ലെ. എന്തൊക്കെ പറഞ്ഞു? ഓക്സിജനും നൈട്രജനും കൂടി 99% നമ്മുടെ വായുവിൽ ഉൾക്കൊള്ളുന്നു എന്ന് പറഞ്ഞു. പിന്നെ എന്താണ് ബാഷ്പീകരണം എന്ന് പറഞ്ഞു അല്ലെ. സൂര്യതാപമേറ്റ് എന്താണ് ഭൗമോപരിതലത്തിൽ നിന്നും ജലം നീരാവിയായി അന്തരീക്ഷത്തിലെത്തുന്ന ആ പ്രക്രിയയെ നമ്മൾ ഇവോപറേഷൻ അഥവാ ബാഷ്പീകരണം എന്ന് പറഞ്ഞു. പിന്നെ എന്ത് പറഞ്ഞു? ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം 90 കിലോമീറ്റർ വരെ മാത്രമേ എന്തുള്ളൂ? ജലബാഷ്പത്തിന്റെ സാന്നിധ്യമുള്ളൂ എന്ന്. അങ്ങനെ ഈ 3 കാര്യങ്ങൾ നമ്മളിവിടെ പറഞ്ഞു. ഇനിയും വാതകങ്ങൾ, ജലതന്മാത്രകൾ എന്നിവയ്ക്ക് പുറമെ പൊടിപടലങ്ങളും അന്തരീക്ഷത്തിന്റെ ഭാഗമാണ്. അപ്പൊ നമ്മൾ വാതകങ്ങളെ കുറിച്ച് പറഞ്ഞു, ജലതന്മാത്രകളെ കുറിച്ച് പറഞ്ഞു, മൂന്നാമതായിട്ട് പറയുന്നു പൊടിപടലങ്ങൾ അല്ലെ. പൊടിപടലങ്ങൾ എന്തിന്റെ ഭാഗമാണ് എന്ന് പറയുന്നു? നമ്മുടെ അന്തരീക്ഷത്തിന്റെ ഭാഗമാണ് എന്ന് പറയുന്നു. ഓക്കെ. ഇനി പൊടിപടലങ്ങൾ സാധാരണയായി കണ്ടുവരുന്നത് ഭൗമോപരിതലത്തിനോട് ചേർന്നുള്ള അന്തരീക്ഷ ഭാഗങ്ങളിലാണ്. അപ്പൊ പൊടിപടലങ്ങളുടെ സാന്നിധ്യം എവിടെയാണ്? സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ നമ്മൾ പറയുന്നു എന്താണ്? ഭൗമോപരിതലത്തിനോട് ചേർന്നുള്ള അന്തരീക്ഷ ഭാഗം എവിടെയാണ്? ഭൗമോപരിതലത്തിനോട് ചേർന്നുള്ള അന്തരീക്ഷ ഭാഗങ്ങളിലാണ് എന്നുള്ളത് ഓർത്തു വയ്ക്കും. ഇനി അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ ചുറ്റി അന്തരീക്ഷ നീരാവി ഘനീഭവിച്ച് മേഘങ്ങൾ രൂപപ്പെടുന്നു. അപ്പൊ മേഘങ്ങൾ രൂപപ്പെടുന്നു. ടെക്സ്റ്റ് ബുക്കിൽ എന്ത് പറയുന്നു? അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങൾ, വളരെ വളരെ തിന്നായിട്ടുള്ള പൊടിപടലങ്ങൾ അന്തരീക്ഷ നീരാവി ഘനീഭവിച്ച് ഇതിനെ ഉൾക്കൊണ്ടുകൊണ്ടാണ്. അതായത് അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലം, വളരെ കനം കുറഞ്ഞ പൊടിപടലങ്ങളെ ചുറ്റി അന്തരീക്ഷ നീരാവി വരികയും അത് ഘനീഭവിച്ച് എന്തായി മാറുകയും ചെയ്യുന്നു? മേഘങ്ങളായി മാറുകയും ചെയ്യുന്നു. അപ്പൊ മേഘത്തിന്റെ ഫോർമേഷനാണ് നമ്മളിവിടെ പറഞ്ഞത്. മേഘങ്ങൾ രൂപപ്പെടുന്നു അല്ലെ. അതിനാൽ അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ ഘനീകരണ മർമ്മങ്ങൾ എന്ന് വിളിക്കുന്നു. അപ്പൊ ഘനീകരണ മർമ്മങ്ങൾ അഥവാ ഹൈഗ്രോസ്കോപ്പിക് ന്യൂക്ലിയൈ എന്ന് വിളിക്കുന്നു. അപ്പൊ നമ്മളിവിടെ എന്തൊക്കെ പറഞ്ഞു? വാതകങ്ങൾ, ജലതന്മാത്രകൾ ഇവയ്ക്ക് കൂടാതെ പൊടിപടലങ്ങളും അന്തരീക്ഷത്തിന്റെ ഭാഗമാണ് എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ എന്ത് പറഞ്ഞു? എവിടെയാണ് ഈ പൊടിപടലങ്ങൾ കാണാൻ സാധിക്കുന്നത്? ഭൗമോപരിതലത്തിനോട് ചേർന്നുള്ള അന്തരീക്ഷ ഭാഗങ്ങളിലാണ് കാണാൻ സാധിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. പിന്നെ ഈ നേർത്ത പൊടിപടലങ്ങളെ ചുറ്റി അന്തരീക്ഷ നീരാവി ഘനീഭവിച്ചാണ് മേഘങ്ങൾ ഉണ്ടാകുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ. പിന്നെ പറഞ്ഞു എന്തോ? അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ ഘനീകരണ മർമ്മങ്ങൾ അഥവാ ഹൈഗ്രോസ്കോപ്പിക് ന്യൂക്ലിയൈ എന്ന് പറഞ്ഞു. അപ്പം ഹൈഗ്രോസ്കോപ്പിക് ന്യൂക്ലിയൈ എന്താണ്? ഹൈഗ്രോസ്കോപ്പിക് ന്യൂക്ലിയൈ ന്യൂക്ലിയൈ എന്നറിയപ്പെടുന്നത് ആരാണ്? നേർത്ത പൊടിപടലങ്ങളാണ്. ഘനീകരണ മർമ്മങ്ങൾ എന്നറിയപ്പെടുന്നത് എന്താണ്? അത് നേർത്ത പൊടിപടലങ്ങളാണ്. അപ്പൊ വാതകങ്ങൾ, ജലതന്മാത്രകൾ അതുപോലെ തന്നെ പൊടിപടലങ്ങൾക്കും അന്തരീക്ഷത്തിന്റെ ഭാഗമാണ് എന്ന് നമ്മൾ പഠിച്ചു. ഭൗമോപരിതലത്തിനോട് ചേർന്നുള്ള അന്തരീക്ഷ ഭാഗങ്ങളിലാണ് ഇവ കാണുന്നത് എന്ന് പഠിച്ചു. മേഘങ്ങൾ രൂപപ്പെടുന്നത് എങ്ങനെയാണ്? അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ ചുറ്റി അന്തരീക്ഷ നീരാവി ഘനീഭവിച്ചാണ് മേഘങ്ങൾ ഫോം ചെയ്യുന്നത് എന്ന് പഠിച്ചു. ഘനീകരണ മർമ്മങ്ങൾ എന്നറിയപ്പെടുന്നു. ആരാണ്?
ഈ നേർത്ത പൊടിപടലങ്ങൾ എന്താണ് ഹൈഗ്രോസ്കോപ്പിക് ന്യൂക്ലിയേ അഥവാ ഘനീകരണ മർമ്മങ്ങൾ എന്നറിയപ്പെടുന്നു എന്നും നമ്മൾ പഠിച്ചു. പറയുന്നു ഏതൊക്കെ മാർഗങ്ങളിലൂടെയാണ് അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങൾ എത്തുന്നതെന്ന് നോക്കാം. അപ്പം ഈ ഹൈഗ്രോസ്കോപ്പിക് ന്യൂക്ലിയ എന്നറിയപ്പെടുന്ന ഘനീകരണ മർമ്മങ്ങൾ എന്നറിയപ്പെടുന്ന ഈ പൊടിപടലങ്ങൾ ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ അന്തരീക്ഷത്തിൽ എത്തുന്നതെന്ന് നോക്കാം. കാറ്റിലൂടെ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുന്നു. കാറ്റ് വീശുമ്പോൾ ഭൂമിയിൽ നിന്ന് ഉയർന്നു പോകുന്നു. അഗ്നിപർവ്വതങ്ങളിലൂടെ പുറത്തു വരുന്നവ നമുക്കറിയാം. അഗ്നിപർവ്വത സ്ഫോടന സമയത്ത് ആഷസ് ഫോം ചെയ്യുന്നു, അതിൽ നിന്ന് ഫോം ചെയ്യുന്നു. ഉൽക്കകൾ കത്തുന്നതിലൂടെ ഉണ്ടാകുന്ന ചാരം, ഉൽക്കകൾ അഥവാ മീറ്റിയോഴ്സ് കത്തുമ്പോൾ ഫോം ചെയ്യുന്ന ചാരവും അതെല്ലാം എന്തിന് ഉദാഹരണങ്ങളാണ്? ഏതൊക്കെ മാർഗത്തിലൂടെയാണ് അന്തരീക്ഷത്തിൽ എത്തുന്നു എന്നുള്ളതാണ് ഈ മൂന്ന് കാര്യങ്ങൾ. ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ഒന്നും കൂടെ ഓർത്തു വെക്കുക. കാറ്റിലൂടെ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുന്നവ, അഗ്നിപർവ്വതങ്ങളിലൂടെ പുറത്തു വരുന്നവ, ഉൽക്കകൾ കത്തുന്നതിലൂടെ ഉണ്ടാകുന്ന ചാരം. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ ഒന്ന് കൃത്യമായിട്ട് ഓർത്തു വെക്കുക. അപ്പൊ ഇവിടെ നമ്മൾ കുറച്ച് പോയിന്റുകൾ പറഞ്ഞു അല്ലെ. എന്തൊക്കെ പോയിന്റുകൾ പറഞ്ഞു? വാതകങ്ങൾ, ജലതന്മാത്രകൾ, പൊടിപടലങ്ങൾ അല്ലെ, പൊടിപടലങ്ങളുടെ സാന്നിധ്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ അവരുടെ പ്രസൻസിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ എന്താണ്? മേഘങ്ങൾ പെടുന്നതിനെ കുറിച്ച് പറഞ്ഞു. ഈ പൊടിപടലങ്ങൾ എവിടെ കാണുന്നു എന്ന് പറഞ്ഞു. പിന്നെ എന്താണ് പറഞ്ഞത്? ഘനീകരണ മർമ്മങ്ങൾ എന്നിവ അറിയപ്പെടുന്നു. പിന്നെ ഏതൊക്കെ രീതിയിലാണ് അല്ലെ അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങൾ എത്തുന്നത്. ഈ 4 കാര്യങ്ങളാണ് നമ്മൾ ഈ പേജിൽ പറഞ്ഞത്. എഴുതുമ്പോൾ കൃത്യമായിട്ട് നോട്ടായിട്ട് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ സംഭവം ഇതിൻ്റെ എല്ലാം SCERTയുടെ PDF ഉണ്ടായിരിക്കും. ക്ലാസ്സുകൾ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. എങ്കിൽ പോലും നിങ്ങളുടെ തന്നെ അക്ഷരത്തിൽ ചെറുതായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് അത് വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു റിവിഷൻ, ആ ഒരു റിവിഷൻ സ്ട്രാറ്റജി ആയിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് വരിക. ഓക്കെ, അടുത്തത് ഭൂമിയിലെ ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് അന്തരീക്ഷം എങ്ങനെയെല്ലാം പ്രയോജനപ്പെടുന്നുവെന്ന് നോക്കൂ. അപ്പം ഭൂമിയിലെ ജീവജാലങ്ങളുടെ നിലനിൽപ്പിന്, ഭൂമിയിൽ ലൈഫ് ഉണ്ട് അല്ലേ. അപ്പം ഇവർക്ക് ഇവിടെ നിലനിൽക്കണം അല്ലേ. ഒരു ദിവസം കഴിഞ്ഞ് അങ്ങ് നശിച്ചു പോകാനുള്ളതാണോ? അല്ല. അപ്പം അതിന് എങ്ങനെയാണ്, എന്തൊക്കെയാണ്, ഏതൊക്കെ രീതിയിൽ നമുക്കിതൊക്കെ പ്രയോജനപ്പെടുത്താം? കാലാവസ്ഥാ പ്രതിഭാസങ്ങൾക്ക് കാരണമാകുന്നു അല്ലേ. അന്തരീക്ഷം നമുക്കറിയാം, അന്തരീക്ഷം ലൈഫ് എക്സിസ്റ്റ് ചെയ്യുന്നതിൻ്റെ വൺ ഓഫ് ദ മെയിൻ റീസൺ എന്ന് പറയുന്നത് അന്തരീക്ഷമാണ്. അപ്പം ഈ അന്തരീക്ഷം എന്തിനു സഹായിക്കുന്നുണ്ട്? കാലാവസ്ഥാ പ്രതിഭാസങ്ങൾക്ക് കാരണമാകുന്നു അല്ലേ. നമുക്ക് മഴ വേണം അല്ലേ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് മഴ വേണോ? വേണ്ട. നമുക്ക് ആവശ്യത്തിന് ചൂട് വേണം, ആവശ്യത്തിന് നമുക്ക് ഇത് എല്ലാ സീസൺസും, വിന്റർ സീസൺ വേണം, എല്ലാ സീസൺസും നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഭൂമിയിൽ എല്ലാ കാര്യങ്ങളും ആ ഒരു സ്വിങ്ങിൽ നടന്നു പോകത്തുള്ളൂ. അപ്പം കാലാവസ്ഥാ പ്രതിഭാസങ്ങൾക്ക് കാരണമാകുന്നത് എന്താണ്? അന്തരീക്ഷമാണ്. അതുപോലെ ഹാനികരങ്ങളായ സൂര്യരശ്മികളിൽ നിന്ന് സംരക്ഷിക്കുന്നു. നമുക്കറിയാം, ഡയറക്റ്റ് സൂര്യരശ്മികൾ ഭൂമിയിൽ എത്തുകയാണെങ്കിൽ ഭൂമിയിൽ ലൈഫ് എക്സിസ്റ്റ് ചെയ്യില്ല. ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ദിസ് അറ്റ്മോസ്ഫിയറിക് എന്താണ് ലെയർ അല്ലെ. അറ്റ്മോസ്ഫിയർ എന്ന ലെയറിന്റെ പ്രസൻസ് ആണ് എന്തിനു സഹായിക്കുന്നത്? ആ ഭയങ്കരമായ സൂര്യന്റെ ചൂടിയിൽ നിന്നും നമ്മളെ സഹായിക്കുന്നത്. അപ്പം ഹാനികരങ്ങളായ സൂര്യരശ്മികളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുന്നതും എന്ത് തന്നെയാണ്? ഈ അന്തരീക്ഷം എന്ന് പറയുന്ന പാളി തന്നെയാണ്. നോക്കാം, ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് അന്തരീക്ഷത്തിനുള്ള പ്രാധാന്യം എത്ര വലുതാണെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും അല്ലേ. ഓക്കെ, ഇനി നമുക്ക് അറിയേണ്ടത് നമ്മുടെ അന്തരീക്ഷം ഇന്ന് സേഫ് ആണോ? നമ്മുടെ ചുറ്റുപാടും നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ അല്ലെങ്കിൽ നമ്മൾ ശ്വസിക്കുന്ന വായു തന്മാത്രകൾ ഇതെല്ലാം സേഫ് ആണോ? അവിടെ നമ്മൾക്ക് അന്തരീക്ഷം മലിനമാകുന്നു എന്ന് മനസ്സിലാക്കാം. എങ്ങനെയൊക്കെയാണ് നമ്മുടെ അന്തരീക്ഷം മലിനമാകുന്നത്? അന്തരീക്ഷം മലിനമാകുന്ന അവസ്ഥ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ, അന്തരീക്ഷ വായുവിൻ്റെ സംരചന നമ്മൾ പറഞ്ഞു കോമ്പോസിഷൻ, മാറ്റം വരുത്തുന്ന രീതിയിൽ പുകയും വിഷവാതകങ്ങളും മറ്റ് രാസപദാർത്ഥങ്ങളും വായുവിൽ കലരുന്നതാണ് അന്തരീക്ഷ മലിനീകരണം. നമുക്കിത് മതി, നമുക്ക് ഈ ഒരു പോയിന്റ് മാത്രം മതി അല്ലേ. എന്താണ് നമ്മുടെ പോയിന്റ്? എന്താണ് അന്തരീക്ഷ മലിനീകരണം എന്നത്? അന്തരീക്ഷ വായുവിൻ്റെ സംരചനയ്ക്ക് മാറ്റം വരുത്തുന്ന രീതിയിൽ അതിനൊരു കോമ്പോസിഷൻ ഉണ്ട്. ആ ഒരു കോമ്പോസിഷനാണ് മാറ്റം വരുന്നത്. പുകയും വിഷവാതകങ്ങളും മറ്റ് രാസപദാർത്ഥങ്ങളും വായുവിൽ കലരുന്നു. അപ്പൊ വിഷവാതകങ്ങള്, രാസപദാർത്ഥങ്ങള്, അതുപോലെ തന്നെ എന്താണ് പുകപടലങ്ങൾ. അപ്പൊ ഇതെല്ലാം ആ ഒരു കോമ്പോസിഷനെ എന്താണ് ഡിസ്ട്രപ്റ്റ് ചെയ്യുന്ന രീതിയിൽ എന്താണ് വരുന്നതാണ് അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാകുന്നത് എന്ന് ആലോചിക്കുക.
അപ്പം നമുക്ക് ഇവിടെ പറയേണ്ട, ഇവിടെ നമുക്ക് 2 പോയിന്റ് പഠിച്ചാൽ മതി. ഒരു പോയിന്റ് ഇവിടെയാണ് അല്ലേ. ഈ 2 പോയിന്റ് കൃത്യമായിട്ടും ഭൂമിയിലെ ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് അന്തരീക്ഷം എങ്ങനെയെല്ലാം പ്രയോജനപ്പെടുന്നു എന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ് കാലാവസ്ഥ പ്രതിഭാസങ്ങൾക്ക് കാരണമാകുന്നു, ഹാനികരങ്ങളായ സൂര്യരശ്മികളിൽ നിന്ന് സംരക്ഷിക്കുന്നു. അപ്പോൾ ഈ 2 കാര്യം നമുക്ക് ടെക്സ്റ്റിൽ നിന്ന് കിട്ടിയ 2 സ്റ്റേറ്റ്മെന്റുകളായിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഇവിടെ വരുമ്പോൾ അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാകുന്നത് എന്താണ്? പുക, വിഷവാതകങ്ങൾ, രാസപദാർത്ഥങ്ങൾ. ഇവയുടെ എങ്ങനെയാണ് അന്തരീക്ഷ വായുവിന്റെ സംരചനയ്ക്ക് മാറ്റം വരുത്തിക്കൊണ്ട്. ഓക്കെ, ഇനി ഈ പിക്ചർ കണ്ടോടാം. ഇവിടെ നമുക്ക് എന്തൊക്കെ കാണാം? ദാണ്ടെ ഫാക്ടറീസ് നിന്ന് ഉയർന്നു പൊങ്ങുന്ന പൊടിപടലങ്ങൾ നമുക്ക് കാണാം അല്ലേ. ഇവിടെ എന്ത് കാണാം? ഒരുപാട് വാഹനങ്ങൾ. അപ്പോൾ വാഹനങ്ങളിൽ നിന്നും പുറത്തേക്ക് വരുന്ന പുക നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ നോക്കടാ, പ്ലാസ്റ്റിക് പോലത്തുള്ള മാലിന്യങ്ങൾ കൂട്ടിയിട്ട് കത്തിക്കുന്നു, അവിടെ നിന്നുണ്ടാകുന്ന പുക ഉണ്ടോ? അതുപോലെ തന്നെ ഇവിടെ എന്താണ്? ഉണങ്ങിയ ഇലകളും സ്ട്രോയും എല്ലാം കത്തിക്കുന്നത്. ഇതൊക്കെ നമ്മൾ വിചാരിക്കും അത് ചാരമല്ലേ ആവുള്ളൂ, പക്ഷെ ഇതെല്ലാം നമുക്ക് ദൂഷികമാണ്. അതുപോലെ ക്രാക്കേഴ്സ്, നമുക്കറിയാം, നമുക്ക് ദീപാവലിയൊക്കെ വരുമ്പോൾ നമ്മൾ ഒരുപാട് ക്രാക്കേഴ്സ് പൊട്ടിക്കും. അപ്പം അത് അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാകും. പിന്നെ ഇവിടെ കാണുന്നുണ്ടല്ലോ, എന്താണ്? വോൾക്കാനിക് ഇറപ്ഷൻ അല്ലേ. അതിൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന പുകയും ആഷസും എല്ലാം കണ്ടല്ലോ. അപ്പം ഇതും എന്തിന് കാരണമാകുന്നു? അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാകുന്നു. ഇനി എന്താണ് അമ്ലമഴ? നമ്മൾ എപ്പോഴും കണ്ടിട്ടുണ്ട് ആസിഡ് റെയിൻ അല്ലെങ്കിൽ അമ്ലമഴ. എന്താണത് എന്ന് നമുക്ക് നോക്കാം. കൽക്കരി, പെട്രോളിയം ഇന്ധനങ്ങൾ, ഡീസൽ തുടങ്ങിയവ കത്തുമ്പോൾ കാർബൺ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ് തുടങ്ങിയ നിരവധിയായ വാതകങ്ങൾ അന്തരീക്ഷത്തിൽ എത്തുന്നു. മഴവെള്ളത്തോടൊപ്പം കലർന്ന് വെള്ളത്തിന് ആസിഡ് സ്വഭാവം കൈവന്ന് ഭൂമിയിലേക്ക് എത്തുന്നു. മഴവെള്ളത്തിന്റെ pH മൂല്യം 5ൽ കുറവാണെങ്കിൽ അതിനെ അമ്ലമഴയായി കണക്കാക്കും. ശുദ്ധജലത്തിന്റെ pH മൂല്യം 7 ആണ്. അപ്പൊ എന്താണ് അമ്ലമഴ എന്നുള്ളതിന് ആദ്യം പഠിക്കാം. ഇപ്പൊ കൽക്കരി, പെട്രോളിയം ഇന്ധനങ്ങൾ, അതായത് പെട്രോളിയത്തിന്റെ നമുക്ക് ഡീസൽ, പെട്രോൾ എല്ലാം പറയാം. ഡീസൽ തുടങ്ങിയ കത്തുമ്പോൾ കാർബൺ ഡയോക്സൈഡ്, അപ്പം ഇതൊക്കെ കത്തുമ്പോൾ എന്തൊക്കെ പുറത്തേക്ക് വരും? കാർബൺ ഡയോക്സൈഡ് വരും, കാർബൺ മോണോക്സൈഡ് വരും, സൾഫർ ഡയോക്സൈഡ് തുടങ്ങിയ നിരവധിയായ വാതകങ്ങൾ എവിടെ എത്തുന്നു? അന്തരീക്ഷത്തിൽ എത്തുന്നു. അപ്പൊ എന്ത് സംഭവിക്കൂടാ? അപ്പോൾ മഴവെള്ളത്തോടൊപ്പം ഇത് കലർന്നു. അപ്പം ഇതെല്ലാം അന്തരീക്ഷത്തിലുണ്ട് അല്ലേ. ഈ എന്താണ്? പുകയെല്ലാം അന്തരീക്ഷത്തിലുണ്ട്. അപ്പം മഴ പെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇതും കൂടി ഇതിലേക്ക് മിക്സ് ചെയ്ത് താഴേക്ക് വരും. നമുക്കറിയാം അല്ലേ, ശുദ്ധജലത്തിന്റെ pH മൂല്യം എത്രയാണ്? 7 ആണ്. 7ൽ കുറഞ്ഞാലാണെങ്കിലോ നമ്മൾ അത് ആസിഡിന്റെ പ്രസൻസിനെയാണ് കാണിക്കുന്നത്. ഇനി അത് കൃത്യമായിട്ട് എടുത്ത് പറയുന്നു. മഴവെള്ളത്തിന്റെ pH മൂല്യം 5ൽ കുറവാണെങ്കിൽ, 7 പോട്ടെ, നമ്മൾ 7ആണ് നമ്മുടെ ന്യൂട്രൽ ആയിട്ടുള്ളത്. 5ൽ കുറവാണ് എങ്കിൽ നമ്മൾ അതിനെ എന്തായിട്ട് കണക്കാക്കുന്നു? മഴ പെയ്യുമ്പോൾ ആ മഴത്തുള്ളികൾ ശേഖരിച്ചതിന് ശേഷം അതിൻ്റെ pH മൂല്യം കണക്കാക്കുമ്പോൾ അതിൽ 5ൽ കുറവ് ആണ് എങ്കിൽ നമുക്ക് ഇതിനെ എന്താക്കാം? ഇത് അമ്ലമഴയായിട്ട്, അമ്ലം എന്ന് പറയുന്ന ആസിഡ് അല്ലെ, ആസിഡിന്റെ പ്രസൻസ് ഉള്ള ആസിഡ് റെയിൻ ആയിട്ട് നമുക്കിത് കണക്കാക്കാം. അപ്പൊ ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ എന്തിന്റെയൊക്കെ പ്രവർത്തനങ്ങൾ മൂലമാണ് ആസിഡ് റെയിനിന് കാരണമാകുന്നതെന്ന് ചോദിക്കാം. പിന്നെ കൃത്യമായിട്ട് pH മൂല്യം 7 ആണ്. നമുക്ക് എന്താണ്? വെള്ള ശുദ്ധജലത്തിന്റെ എന്നറിയാം. ഇനി ആ ശുദ്ധജലത്തിന്റെ കഴിഞ്ഞിട്ട് 5ലും താഴെ ആയിട്ട് എന്താണ്? വെള്ളത്തിൽ അസിഡിക് കണ്ടന്റ് ഉണ്ട് എങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇത് അമ്ലമഴയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും അല്ലേ. നമുക്കറിയാം ഈ അമ്ലമഴ പോലുള്ളത് നമ്മുടെ ശരീരത്തിൽ കൊള്ളുന്നത് വഴിയും നമ്മുടെ ചുറ്റുപാടിൽ വരുന്ന വഴിയും നമുക്കും ജീവജാലങ്ങൾക്കും എല്ലാം അത് ദോഷം മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. ഇനി എന്താണ് പുകമഞ്ഞ് അല്ലേ? ഇത് സ്മോഗ് എന്ന് കണ്ടോല്ലടാ. സ്മോക്കും സ്മോക്കും കൂടെ ചേർന്നാണ് പുകമഞ്ഞ്. അപ്പം സ്മോഗ് എന്താണ്, അഥവാ പുകമഞ്ഞ് എന്താണെന്ന് നോക്കാം. പുക എന്ന് വെച്ചാൽ സ്മോക്ക്, മൂടൽമഞ്ഞ് ഫോഗ്, ഇത് രണ്ടും ചേർന്നാണ് പുകമഞ്ഞ് രൂപപ്പെടുന്നത്. മനസ്സിലാക്കുക. വ്യവസായശാലകൾ, നിർമ്മാണ പ്രവർത്തനങ്ങൾ, വാഹനങ്ങൾ, കാർഷിക വിളകളുടെ അവശിഷ്ടങ്ങൾ, കത്തിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെ ഉണ്ടാകുന്ന പുകയും പൊടിപടലങ്ങളും അന്തരീക്ഷത്തിൽ നിറയുന്നു. അപ്പൊ എങ്ങനെയാണ് ഇതിന് കാരണമാകുന്നത്? എന്താണ്? വ്യവസായശാലകൾ, നമുക്കറിയാം ഫാക്ടറീസിൽ നിന്ന് പുറത്തേക്ക് വരുന്ന പുക. പിന്നെന്താണ്? നിർമ്മാണ പ്രവർത്തനങ്ങൾ, ഇപ്പൊ പല ഫാക്ടറി വേറെ എന്തെങ്കിലും നിർമ്മാണത്തിൽ നിന്നും അവിടെ ഫോം ചെയ്യുന്ന കെമിക്കലിൻ്റെയൊക്കെ ആ ഒരു മിക്സിൻ്റെ ഭാഗമായിട്ട് ഫോം ചെയ്യുന്ന പുകപടലങ്ങൾ. അതുപോലെ നമുക്കറിയാം വാഹനങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന അല്ലെ, കാർഷിക വിളകൾ,
നമ്മൾ എന്ത് ചെയ്യും, കാർഷിക വിളകൾ ഒരു പ്രശ്നവുമില്ല, അതിൻ്റെ എല്ലാം കഴിഞ്ഞ് നമ്മൾ ഹാർവെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ബാക്കി സംഭവങ്ങളൊക്കെ നമ്മൾ സ്ട്രോ ഒക്കെ ഉണ്ടല്ലോ അതിനെ നമ്മൾ കത്തിക്കും. അവിടെയാണ് നമുക്ക് ഹാനികരമായിട്ടുള്ള പ്രശ്നമായിട്ട് മാറുന്നത്. അപ്പം ഇതെല്ലാം എന്തിന് കാരണമാകുന്നു? പുകയും പൊടിപടലങ്ങളും അന്തരീക്ഷത്തിൽ നിറയാൻ കാരണമാകുന്നു. ഓക്കെ, ഇവ മഞ്ഞുമായി കലർന്ന് പുകമഞ്ഞ് രൂപപ്പെടുന്നു. അപ്പം ഏർലി മോർണിംഗിലൊക്കെ നമുക്ക് കാണാമല്ലേ, ഇപ്പോൾ ഒരു വിൻ്റർ സീസൺ അല്ലേ, നമുക്ക് ഭയങ്കര വിൻ്റർ സീസൺ ഇല്ലെങ്കിൽ പോലും നമുക്ക് ചെറിയൊരു മഞ്ഞുതുള്ളികളെല്ലാം ലിക്വിഡായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഈ സ്മോക്ക്, ഈ വരുന്ന പുകകളെല്ലാം മഞ്ഞുമായിട്ട് മിക്സ് ചെയ്തിട്ട് എന്തിന് കാരണമാകുന്നു? പുകമഞ്ഞ് എന്ന് പറയുന്ന അഥവാ സ്മോഗിന് കാരണമാകുന്നു. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് ചോദിക്കാൻ പറ്റുന്നത് ഇത് എന്തൊക്കെ ചേർന്നതാണ് പുകമഞ്ഞ്? സ്മോക്കും ഫോഗും ചേർന്നതാണെന്ന് പറയാം. എന്തൊക്കെയാണ് ഈ പുകമഞ്ഞിന് കാരണമാകുന്നത്? വ്യവസായശാലകൾ, നിർമ്മാണ പ്രവർത്തനങ്ങൾ, വാഹനങ്ങൾ, കാർഷിക വിളകളുടെ അവശിഷ്ടങ്ങൾ കത്തിക്കൽ, ഇവയാണ് എന്തിന് പുകയുടെ പൊടിപടലങ്ങളും. പിന്നീട് ഇത് അന്തരീക്ഷത്തിലെ മഞ്ഞുമായിട്ട് കലർന്ന് പുകമഞ്ഞ് ഫോം ചെയ്യുന്നു എന്ന് പഠിക്കാം. പിന്നെ മനസ്സിലാക്കേണ്ട കാര്യം, ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് കൊണ്ട്, അന്തരീക്ഷം മലിനമാകുന്നത് കൊണ്ട് നമുക്ക് എന്തൊക്കെ പക്ഷാഘാതം ഉണ്ടാവാം? ഹൃദ്രോഗം, ശ്വാസകോശ രോഗങ്ങൾ എന്നിവ വായു മലിനീകരണത്തിന് ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാകാവുന്ന അസുഖങ്ങളാണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, ഇവിടെ നോക്കടാ. ഇനി അന്തരീക്ഷ മലിനീകരണം ഒഴിവാക്കുന്നതിനായി നമുക്ക് എന്തൊക്കെ ചെയ്യാനാകും? നമുക്കറിയാം, അന്തരീക്ഷം മലിനമാകുന്നതിന് ഈ ലോകത്തുള്ള ഒരു ജന്തുക്കൾ, ഹ്യൂമൻ ബീയിങ്സ് ആണ് അതിന് കാരണമാകുന്നത്. കാര്യം നമ്മുടെ കണ്ടുപിടുത്തങ്ങളും നമ്മുടെ ഡെവലപ്മെൻറ്റും ആണ് അതിലേക്ക് കാരണമാകുന്നത്. അപ്പം നമ്മുടെ തന്നെ ഉത്തരവാദിത്തം എന്താണ്? ഇത് ഒഴിവാക്കാനുള്ള ഐഡിയാസ് നമ്മൾ തന്നെ എന്ത് ചെയ്യണം? കൊണ്ടുവരണം, അല്ലേ? അപ്പം നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചാൽ, കൂടുതൽ ചെടികൾ നട്ടുപിടിപ്പിക്കാൻ പറ്റും, അല്ലേ? അതുപോലെ തന്നെ സോളാർ സിസ്റ്റം യൂസ് ചെയ്യാൻ പറ്റും, അല്ലേ? അതുപോലെ തന്നെ കുട്ടികൾക്ക് കൂടുതലായിട്ട് സൈക്കിളിലെല്ലാം കുട്ടികൾക്ക് യാത്ര ചെയ്യാം. ഇനി എന്താണ്ടടാ, ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിക്കാം. അപ്പം ഈ വഴികളിലൂടെയെല്ലാം നമുക്ക് എന്ത് ചെയ്യാം? ഒരു പരിധിവരെ അന്തരീക്ഷ മലിനീകരണത്തെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. കൃത്യമായിട്ട് നമ്മൾ ഒരുപാട് ചെടികൾ വച്ച് പിടിപ്പിച്ചാൽ, നമുക്കറിയാം സമ്പന്നമാക്കിയത് ഏതാണ്? സസ്യങ്ങളുടെ ആവിർഭാവമാണ് എന്ന് നമ്മൾ ആദ്യത്തെ പോയിന്റിൽ പറഞ്ഞു. അപ്പോൾ കൂടുതൽ സസ്യങ്ങൾ വരുമ്പോൾ എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ടും അന്തരീക്ഷത്തിൽ ഓക്സിജന്റെ അളവ് സമ്പന്നമാകും, അല്ലേ? അതുപോലെ തന്നെ ഈ സോളാർ പാനലുകൾ, അല്ലേ? സോളാർ പാനലുകൾ വയ്ക്കുന്നത് വഴി നമുക്ക് സൂര്യൻ്റെ തന്നെ കിരണങ്ങൾ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അതുപോലെ കുട്ടികളിലെ നമ്മളിപ്പം എല്ലാവരും 2 വീലേഴ്സും 4 വീലേഴ്സും ഒക്കെ വാങ്ങുന്നു, അല്ലേ? അപ്പം നമുക്ക് സൈക്കിളിൽ സഞ്ചരിക്കാം, ഇതിൽ നിന്നും ഒരു തരത്തിലുള്ള പുകയും പുറത്തു പോകുന്നില്ല. അതുപോലെ തന്നെ നോക്കടാ, ഇലക്ട്രിക് വാഹനങ്ങൾ കൂടുതലായി ഉപയോഗിക്കുന്നത് വഴിയും നമുക്ക് ഒരു പരിധിവരെ ഈ അന്തരീക്ഷ മലിനീകരണത്തെ ഒഴിവാക്കാം. ഇനി അന്തരീക്ഷ ഘടന എന്താണെന്ന് നോക്കാം. താപവ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ അന്തരീക്ഷത്തെ 5 വ്യത്യസ്ത പാളികളായി തരംതിരിച്ചിരിക്കുന്നു. അതായത് ഇതിലുള്ള താപമായിരിക്കില്ല ഇതിൽ, അതല്ല ഇത്, അതല്ല ഇത്, അത്. അപ്പൊ താപവ്യത്യാസമാണ്. ഈ ഓരോ പാളികളിലും ചൂടിന്റെ അളവിൽ ഏറ്റക്കുറച്ചിലുകളുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ എത്ര എണ്ണമായിട്ടാണ്? 5 ആയിട്ട്. എത്രയായിട്ടാണടാ? 5 ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ട്രോപ്പോസ്ഫിയർ, ആദ്യത്തേതാണ് ട്രോപ്പോസ്ഫിയർ. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ. 5 പാളികൾ ഏതൊക്കെയാണ്? ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ. ഒന്നുകൂടി പറയുന്നു, ഈ 5 പാളികൾ കൃത്യമായിട്ട് ഓർത്തു വെക്കുക. ഈ ഓർഡറിൽ തന്നെ ഓർത്തു വെക്കുക. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മെസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ. അപ്പം ഈ 5 പാളികൾ കൃത്യമായിട്ട് ഓർത്തു വെക്കുക. അപ്പം നമ്മൾ അന്തരീക്ഷ ഘടനയെക്കുറിച്ചാണ് പറഞ്ഞു പോകുന്നത്. ആദ്യമായി നമുക്ക് ട്രോപ്പോസ്ഫിയർ എന്താണെന്ന് കാണാം. ട്രോപ്പോസ്ഫിയർ എന്താണ്? അന്തരീക്ഷത്തിന്റെ ഏറ്റവും താഴെയുള്ള പാളി ഏത്? ട്രോപ്പോസ്ഫിയർ. ചോദ്യം ആയില്ലേ? ഇതിന് ഭൗമോപരിതലത്തിൽ നിന്ന് ശരാശരി 13 കിലോമീറ്റർ വരെ ഉയരം വരും. അപ്പം ഇങ്ങനെ ചോദിക്കാം, ട്രോപ്പോസ്ഫിയറിന് അന്തരീക്ഷത്തിന്റെ ഭൗമോപരിതലത്തിൽ നിന്ന് ശരാശരി എത്ര കിലോമീറ്റർ വരെ ഉയരം വരും എന്ന് ചോദിച്ചാൽ ശരാശരി 13 കിലോമീറ്റർ വരെ ഉയരം വരും. എത്രയാണ്? 13
കിലോമീറ്റർ, ശരാശരി 13 കിലോമീറ്റർ വരെ ഉയരം വരും. 13 കിലോമീറ്റർ വരെ ഉയരം വരും. ധ്രുവപ്രദേശത്ത് ശ്രദ്ധിക്കുക, ഏകദേശം 8 കിലോമീറ്റർ. അപ്പൊ അതും ശ്രദ്ധിക്കണം. ധ്രുവപ്രദേശത്ത് എത്രയാണ്? അത് 8 കിലോമീറ്റർ ആണ് എന്ന് ഓർക്കുക. ഭൂമധ്യരേഖ പ്രദേശത്ത് 18 കിലോമീറ്ററും ഉയരമുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞു, ഏറ്റവും ഭൂമിയോട് ഉപരിതലത്തിനോട് ഏറ്റവും ചേർന്നിരിക്കുന്ന പാളി ട്രോപ്പോസ്ഫിയർ എന്ന് പറഞ്ഞു. ഇനി എന്താണ് പറയുന്നത്? ട്രോപ്പോസ്ഫിയറിന്റെ ഓരോ ഭാഗത്തെയും ശരാശരി ഉയരമാണ് ചോദിച്ചിരിക്കുന്നത്. ഭൗമോപരിതലത്തിലാണെങ്കിൽ ശരാശരി 13 കിലോമീറ്റർ, ധ്രുവപ്രദേശത്താണെങ്കിൽ ശരാശരി 8 കിലോമീറ്റർ, ഭൂമധ്യ രേഖാ പ്രദേശത്താണെങ്കിൽ 18 കിലോമീറ്റർ. അപ്പൊ കൃത്യമായിട്ട് ഓർത്തു വെക്കുക. നമ്മളിവിടെ എന്ത് പറഞ്ഞു? ഭൗമോപരിതലത്തിൽ നിന്ന് ശരാശരി എത്ര? 13 കിലോമീറ്റർ. അതുപോലെ ധ്രുവപ്രദേശത്താണെങ്കിലോ അത് ഏകദേശം 8 കിലോമീറ്റർ. അതുപോലെ എന്ത് പറഞ്ഞു? ഭൂമധ്യരേഖാ പ്രദേശത്താണെങ്കിലോ 18 കിലോമീറ്റർ എന്ന് പറഞ്ഞു. ഇത് നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തു വെക്കുക. ഭൗമോപരിതലത്തിൽ ശരാശരി 13, ധ്രുവപ്രദേശത്ത് 8, ഭൂമധ്യരേഖ പ്രദേശത്ത് 18 എന്നത് ഓർത്തു വെക്കുക. ഇനി ഭൂമധ്യരേഖ പ്രദേശത്ത് ചൂട് കൂടുതലായതിനാലാണിത്. അപ്പൊ എന്തുകൊണ്ടാണ് 18 കിലോമീറ്റർ എന്ന് പറഞ്ഞത്? ഭൂമധ്യരേഖാ പ്രദേശത്ത് എന്ന് പറഞ്ഞതിന് കാരണം ഭൂമധ്യരേഖാ പ്രദേശത്ത് നമുക്കറിയാം ചൂട് കൂടുതലാണ്. ഓക്കെ. പൊടിപടലങ്ങളും ജലബാഷ്പവും ഏറ്റവും കൂടുതൽ ഈ പാളിയിലാണ് ഉള്ളത്. അപ്പൊ ചോദിക്കാം, പൊടിപടലങ്ങളും ജലബാഷ്പവും ഏറ്റവും കൂടുതലുള്ള അന്തരീക്ഷ പാളി ഏതാണ്? ട്രോപ്പോസ്ഫിയർ. ചോദിക്കാം, സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം. അല്ലെങ്കിൽ ട്രോപ്പോസ്ഫിയർ താഴെ തന്നിരിക്കുന്നതിൽ ട്രോപ്പോസ്ഫിയറുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ട് ഒരു പോയിന്റ് ആയിട്ട് തരുന്നു, പൊടിപടലങ്ങളും ജലബാഷ്പവും ഏറ്റവും കൂടുതൽ കാണുന്ന പാളി ട്രോപ്പോസ്ഫിയർ എന്ന് തന്നാലോ? ശരിയല്ലേ? ശരിയാണ് അല്ലെ? കൂടാതെ മേഘരൂപീകരണം, മഴ, മഞ്ഞ്, കാറ്റ് തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങളും സംഭവിക്കുന്നത് ഈ പാളിയിലാണ്. ഇത് സ്ഥിരമായിട്ട് ചോദിച്ചിട്ടുണ്ട്, ഇതിന് മുന്നേ തന്നെ ചോദിച്ചിട്ടുള്ളതാണ്. എന്താണ്? മേഘരൂപീകരണം നടക്കുന്ന പാളി ഏത്? ട്രോപ്പോസ്ഫിയർ. മഴ, മഞ്ഞ്, കാറ്റ് തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങൾ സംഭവിക്കുന്ന പാളി ഏത്? സംഭവിക്കുന്ന അന്തരീക്ഷ പാളി ട്രോപ്പോസ്ഫിയർ. ഓക്കെ. ട്രോപ്പോസ്ഫിയറിന്റെ ഒരു പ്രധാന സവിശേഷത ഭൗമോപരിതലത്തിൽ നിന്ന് ഓരോ 165 മീറ്റർ ഉയരത്തിലും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ അന്തരീക്ഷ താപനില കുറയുന്നു. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് ചോദിക്കാം. എന്താണ്? 165 കിലോമീറ്റർ പോകുമ്പോൾ 1 ഡിഗ്രി കുറയും, താപനില കുറയും, 1 ഡിഗ്രി ചൂട് കുറയും. അപ്പൊ ഓർത്ത് വെക്കുക, അത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് എന്നത് ഓർത്തു വെക്കുക എന്നതാണ്. ഇതിനെ ക്രമമായ താപ നഷ്ട നിരക്ക് അഥവാ നോർമൽ ലാപ്സ് റേറ്റ് എന്ന് വിളിക്കുന്നു. അപ്പോൾ എന്താണ് നോർമൽ ലാപ്സ് റേറ്റ് അഥവാ താപ നഷ്ട നിരക്ക് എന്ന് ചോദിച്ചാൽ അതെന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ട്രോപ്പോസ്ഫിയറിന് മാത്രം പ്രത്യേകതയാണ്. ഓരോ 165 കിലോമീറ്റർ വരുമ്പോഴും 1 ഡിഗ്രി താപനില കുറഞ്ഞു വരുന്നതായി കാണുന്നു. അങ്ങനെ ആ കുറയുന്ന നിരക്കിനെ നമ്മൾ താപനഷ്ട നിരക്ക് അല്ലെ, അത് ക്രമമായാണ്. കൃത്യം 165 കിലോമീറ്റർ വരുമ്പം 165 കിലോമീറ്റർ വരുമ്പം എന്ത് ചെയ്യുന്നു? 1 ഡിഗ്രി കുറയുന്നു. അതുകൊണ്ടാണ് നമ്മൾ എടുത്തു പറയുന്നത് ക്രമമായ താപ നഷ്ട നിരക്ക്. ക്രമമായ താപ നഷ്ട നിരക്ക്, ഇംഗ്ലീഷിൽ ഇതിനെ നോർമൽ ലാപ്സ് റേറ്റ് എന്ന് വിളിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഈ ഒരു പേജിൽ ട്രോപ്പോസ്ഫിയറിനെയാണ് നമ്മൾ പരിചയപ്പെട്ടത് അല്ലെ. ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത് അന്തരീക്ഷ പാളിയുടെ ഭൗമ ഉപരിതലവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏറ്റവും അടുത്ത പാളി അല്ലെങ്കിൽ ആദ്യത്തെ പാളി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. പിന്നെന്ത് വിശേഷിപ്പിക്കാം? ഇതിന്റെ ശരാശരി ദൂരം ഭൗമ ഉപരിതലത്തിൽ നിന്നാണെങ്കിൽ 13 കിലോമീറ്റർ എന്ന് മനസ്സിലാക്കാം. ധ്രുവപ്രദേശത്ത് അത് 8 കിലോമീറ്റർ എന്നും അതുപോലെ തന്നെ ഭൂമധ്യരേഖാ പ്രദേശത്ത് അത് 18 കിലോമീറ്റർ എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ. നമുക്കറിയാം ഭൂമധ്യരേഖ പ്രദേശത്ത് സൂര്യൻ കുത്തനെ അടിക്കുന്നത് കൊണ്ടും മറ്റും ചൂട് കൂടുതലാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്.
പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു? പൊടിപടലങ്ങളും ജലബാഷ്പവും ഏറ്റവും കൂടുതലുള്ള പാളി ഏത്? ട്രോപ്പോസ്ഫിയർ. അതുപോലെ തന്നെ അന്തരീക്ഷ പ്രതിഭാസങ്ങളായ മേഘരൂപീകരണം, മഴ, മഞ്ഞ്, കാറ്റ് ഇവയെല്ലാം എവിടെ കാണുന്നു അല്ലെങ്കിൽ എവിടെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ ട്രോപ്പോസ്ഫിയർ. പിന്നെ എന്ത് പഠിച്ചു? ഓരോ 165 കിലോമീറ്റർ ഉയർച്ചയിലും 1 ഡിഗ്രി താപനില കുറയുന്നു എന്ന് പഠിച്ചു. ഇതിനെ നമ്മൾ ക്രമമായ താപനഷ്ട നിരക്ക് അഥവാ നോർമൽ ലാപ്സ് റേറ്റ് എന്ന് പറയുന്നു എന്ന് പഠിച്ചു. അപ്പോൾ ഈ പേജിൽ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ട്രോപ്പോസ്ഫിയർ എന്ന ഹെഡിങ് എഴുതി ഓരോ കാര്യങ്ങളും നിങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചേക്കണം കൃത്യമായിട്ടും. ഭൗമോപരിതലത്തിൽ ഒരു ഡാഷ് കൊടുത്തിട്ട് ശരാശരി 13 കിലോമീറ്റർ ഉയരം വരും. അത് നിങ്ങൾ റിവൈസ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് യൂസ് ആയിട്ട് മാറും. അടുത്തത് സ്ട്രാറ്റോസ്ഫിയർ നോക്കാം. ട്രോപ്പോസ്ഫിയറിന് തൊട്ടു മുകളിലുള്ള അന്തരീക്ഷ പാളിയാണിത്. അപ്പം ആദ്യത്തെ ലെയർ നമ്മൾ പറഞ്ഞു ട്രോപ്പോസ്ഫിയർ. അതിന് തൊട്ട് മുകളിലുള്ള ലെയർ ആണ് സ്ട്രാറ്റോസ്ഫിയർ. അപ്പം ട്രോപ്പോസ്ഫിയറിന്റെ രണ്ടാമത്തെ ലെയർ നമുക്ക് പറയാം താഴേന്ന് പോകുമ്പോൾ. അപ്പം ട്രോപ്പോസ്ഫിയറിന് തൊട്ട് മുകളിലുള്ള പാളി ഏതാണ്? സ്ട്രാറ്റോസ്ഫിയർ. ഭൗമോപരിതലത്തിൽ നിന്ന് ശരാശരി 50 കിലോമീറ്റർ വരെയാണ് ഉയരം, അല്ലെ? ഭൗമ ഉപരിതലത്തിൽ നിന്നും 50 കിലോമീറ്റർ വരെയാണ് സ്ട്രാറ്റോസ്ഫിയറിന്റെ ഉയരം എന്നത് ഓർത്തു വെക്കുക. ഇനി സ്ട്രാറ്റോസ്ഫിയറിൽ ഒരു നിശ്ചിത ഉയരം കഴിയുമ്പോൾ താപം വർദ്ധിച്ചു വരുന്നതായിട്ട് കാരണം. അപ്പൊ സ്ട്രാറ്റോസ്ഫിയറിൽ മുകളിലേക്ക് പോകും തോറും താപം എന്ത് ചെയ്യുന്നു? താപം കൂടുന്നു. നമ്മൾ നേരത്തെ എന്ത് പറഞ്ഞു? ട്രോപ്പോസ്ഫിയറിലാണെങ്കിൽ ഓരോ 165 കിലോമീറ്ററിലും 1 ഡിഗ്രി താപനില കുറയുന്നു എന്ന് പഠിച്ചു. എവിടെ? ട്രോപ്പോസ്ഫിയറിൽ. ഇവിടെ എന്ത് പറഞ്ഞു? സ്ട്രാറ്റോസ്ഫിയറിലാണെങ്കിൽ ഒരു നിശ്ചിത ഉയരം കഴിയുമ്പോൾ താപം വർദ്ധിച്ചു വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ സ്ട്രാറ്റോസ്ഫിയറിൽ നിശ്ചിത ഉയരം കൂടുന്തോറും അല്ലെങ്കിൽ നിശ്ചിത ഉയരത്തിന് ശേഷം താപം കൂടുന്നതായിട്ടാണ് മനസ്സിലാക്കേണ്ടത്. സ്ട്രാറ്റോസ്ഫിയറിൽ ഓസോൺ പാളി ഉള്ളത്. നിങ്ങളുടെ ഓസ് നമുക്കറിയാം, ഓസോണിൽ ഒരു എസിന്റെ സൗണ്ട് ഉണ്ട് അല്ലെ? സൗണ്ട്. അപ്പൊ സ്ട്രാറ്റോസ്ഫിയർ. അപ്പൊ ഇതൊന്ന് കണക്ട് ചെയ്തോ. ഓസ്, അതുകൊണ്ട് സ്ട്രാറ്റോസ്ഫിയർ എന്ന് നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് വെച്ചോ. സ്ട്രാറ്റോസ്ഫിയർ ഒരു നിശ്ചിത ഇത് ഉപരിതലത്തിൽ നിന്ന് ഏകദേശം 25 കിലോമീറ്റർ ഉയരത്തിലാണ് നിലകൊള്ളുന്നത്. അപ്പം ഉപരിതലത്തിൽ നിന്ന് എത്രയാണ്? 25 കിലോമീറ്റർ ഉയരത്തിലാണ് സ്ട്രാറ്റോസ്ഫിയർ. അപ്പൊ നമ്മളിവിടെ രണ്ടാമത്തെ പാളി അല്ലെ? ഭൗമ ഉപരിതലത്തിൽ നിന്നും രണ്ടാമത്തെ പാളി പേര് സ്ട്രാറ്റോസ്ഫിയർ ആണ്. ട്രോപ്പോസ്ഫിയറിന് തൊട്ടു മുകളിലുള്ള പാളി എന്ന് വിശേഷിപ്പിക്കുന്നു. ഇവിടുത്തെ ശരാശരി 50 കിലോമീറ്റർ വരെയാണ് ഭൗമോപരിതലത്തിൽ നിന്ന് ഇതിന്റെ ഉയരം എന്ന് പറയുന്നത്. സ്ട്രാറ്റോസ്ഫിയറിൽ ഒരു നിശ്ചിത ഉയരം കഴിയുമ്പോൾ താപം വർദ്ധിച്ചു വരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പറഞ്ഞത് എന്താണ്? സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളി. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെയാണ്, PYQ ആണ്. ഓസോൺ പാളി നിലകൊള്ളുന്ന എന്താണ്? ഓസോൺ പാളി നിലകൊള്ളുന്ന അന്തരീക്ഷ ലെയർ. അന്തരീക്ഷത്തിന്റെ ലെയർ ഏതാണെന്ന് ചോദിച്ചാൽ അത് സ്ട്രാറ്റോസ്ഫിയർ ആണ്. അതുപോലെ തന്നെ ഈ പറഞ്ഞത് എന്താണ്? ഇത് ഉപരിതലത്തിൽ നിന്ന് ഏകദേശം 25 കിലോമീറ്റർ ഉയരത്തിലാണ് നിലകൊള്ളുന്നതെന്നും നമ്മൾ പറഞ്ഞു. അടുത്തത് ഓസോൺ, ഭൂമിയുടെ രക്ഷാകവചം. നമുക്കറിയാലേ ഓസോണിന്റെ പ്രത്യേകത എന്താണ്? നമുക്ക് ഓസോൺ ഇല്ലെങ്കിൽ ഭൂമിയിൽ ലൈഫ് തന്നെ എക്സിസ്റ്റ് ചെയ്യില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ ഓസോൺ അറിയപ്പെടുന്നത് ഭൂമിയുടെ രക്ഷാകവചം എന്നാണ്. സൂര്യനിൽ നിന്നുള്ള അപകടകാരികളായ അൾട്രാ വയലറ്റ് രശ്മികളെ തടഞ്ഞു നിർത്തി ഭൂമിയെ സംരക്ഷിക്കുന്നത് അന്തരീക്ഷത്തിലെ ഓസോൺ വാതകങ്ങളുടെ സാന്നിധ്യമാണ്. അപ്പം അന്തരീക്ഷത്തിൽ എന്തുണ്ട്? ഓസോൺ വാതകമുണ്ട്. ഈ ഓസോൺ വാതകത്തിന്റെ പ്രസൻസ് ആണ് നമ്മൾ എന്തിൽ നിന്നും? സൂര്യനിൽ നിന്നുള്ള അപകടകാരികളായ അൾട്രാ വയലറ്റ് രശ്മികൾ, അൾട്രാ വയലറ്റ് രശ്മികളുടെ തടഞ്ഞു നിർത്തി ഭൂമിയെ സംരക്ഷിക്കുന്നത്. അൾട്രാ വയലറ്റ് രശ്മികൾ വർദ്ധിച്ച തോതിൽ ഭൗമ ഉപരിതലത്തിൽ പതിച്ചാൽ അത് ജീവജാലങ്ങൾക്ക് ഹാനികരമാകുകയും ആവാസ വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യുന്നു. പറഞ്ഞേ. അൾട്രാവയലറ്റ് രശ്മികൾ വർദ്ധിച്ച തോതിൽ ഭൗമ ഉപരിതലത്തിൽ പതിച്ചാൽ, അല്ലെ? അൾട്രാവയലറ്റ് രശ്മികൾ അതേപോലെ തന്നെ ഭൗമ ഉപരിതലത്തിൽ പതിച്ചു കഴിഞ്ഞാൽ ഇത് ജീവജാലങ്ങൾക്ക് എന്താണ്? ഹാനികരമാണ്. അതുപോലെ തന്നെ ആവാസ വ്യവസ്ഥയെ പോലും ഇത് ദോഷകരമായിട്ട്, ലൈഫിന്റെ എക്സിസ്റ്റൻസ് അല്ലെങ്കിൽ ഇവിടുത്തെ വെജിറ്റേഷൻ കംപ്ലീറ്റ് എന്ത് ചെയ്യുന്നു? താറുമാറാക്കാൻ അതിന് സാധിക്കും.
അപ്പം ഇതിൽ നിന്നും ഈ അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്നും ഭൂമിയെ ഒരു കവചമായി പ്രൊട്ടക്ട് ചെയ്യുന്നു, രക്ഷാകവചമായി പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് നമ്മുടെ ഓസോൺ എന്ന് ഓർക്കുക. ഇനി അൾട്രാവയലറ്റ് കിരണങ്ങൾ ഭൂമിയിൽ എന്തെല്ലാം ദോഷങ്ങളാണ് ഉണ്ടാക്കുന്നത്? ടെക്സ്റ്റിൽ നിന്ന് എന്തൊക്കെ നമുക്ക് പഠിക്കാം? ഇവ സൃഷ്ടിക്കുന്ന ദോഷങ്ങൾ: ആഹാര ശൃംഖലയുടെ തകർച്ച, കൃഷിനാശം, സസ്യവളർച്ച മുരടിക്കൽ, അകാല വാർദ്ധക്യം, അന്ധത, തിമിരം, ത്വക്കിലുണ്ടാകുന്ന ക്യാൻസർ. അൾട്രാവയലറ്റ് കിരണങ്ങൾ സൃഷ്ടിക്കുന്ന ദോഷവശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആഹാര ശൃംഖലയുടെ തകർച്ച. ഓക്കെ, അതുപോലെ തന്നെ നമുക്കറിയാം ആഹാര ശൃംഖല എന്ന് പറയുന്നത് എന്തറിയാം? നമ്മൾ പണ്ട് കുഞ്ഞു ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ? എന്താണ്? ചെടിയെ ഒരു ഗ്രാസ് ഹോപ്പർ തിന്നും, ഗ്രാസ് ഹോപ്പറിനെ എന്താണ് ഒരു ഫ്രോഗ് തിന്നും, ഈ ഫ്രോഗിനെ ഒരു സ്നേക്ക് തിന്നും, ഈ സ്നേക്കിനെ ഒരു ഈഗിൾ തിന്നും. അങ്ങനെ ഒരു ആഹാര ശൃംഖലയുണ്ട്. അപ്പം അവിടെ തകർച്ചയുണ്ടാകും, കൃഷിനാശമുണ്ടാകും അല്ലേ? നമുക്കറിയാം ഓരോ ക്രോപ്പിനും ഓരോ തരത്തിലുള്ള ചൂട്, ഓരോ തരത്തിലുള്ള ക്ലൈമറ്റ് സപ്പോർട്ടാണ് ആവശ്യം. അപ്പം കൃഷിനാശം, സസ്യ വളർച്ച മുരടിക്കൽ, ഭയങ്കരമായിട്ടുള്ള ചൂട് കൂടുമ്പോൾ സസ്യത്തിൻ്റെ വളർച്ച മുരടിക്കും. അകാല വാർദ്ധക്യം, പ്രായം തികയുന്നതും വളരെ ചെറുപ്പത്തിൽ തന്നെ വാർദ്ധക്യാവസ്ഥയിലേക്ക് മൂവ് ചെയ്യുന്ന ഒരു അവസ്ഥ. അന്ധത, തിമിരം, കാഴ്ചയായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന അവസ്ഥകളാണ് അന്ധത, തിമിരം. ത്വക്കിലുണ്ടാകുന്ന ക്യാൻസർ അല്ലേ? അൾട്രാവയലറ്റ് കിരണങ്ങൾ ഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ കൂടുതൽ തോതിൽ കൊള്ളുന്നത് വഴി എന്താണ് സ്കിൻ ക്യാൻസർ അഥവാ ത്വക്കിൽ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത. അപ്പോൾ സ്കൂൾ ടെക്സ്റ്റിൽ എടുത്തു പറഞ്ഞിട്ടുള്ള ഈ പോയിന്റുകൾ നിങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. അൾട്രാവയലറ്റ് കിരണങ്ങൾ ഭൂമിയിൽ ഉണ്ടാക്കുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണ്? ഇനിയും ഓസോൺ ദിനം എന്നാണെന്ന് നോക്കാം. നമ്മൾ എന്നാണ് ഓസോൺ ആഘോഷിക്കുന്നത്? സെപ്റ്റംബർ 16. എന്താണ്? ലോക ഓസോൺ ദിനമാണ്. ലോക ഓസോൺ ദിനം എന്നാണ്? സെപ്റ്റംബർ 16. ലോക ഓസോൺ ദിനം എന്നാണ്? സെപ്റ്റംബർ 16. ഓസോൺ സംരക്ഷണത്തിന്റെ ആവശ്യകത സംബന്ധിച്ച് ജനങ്ങളിൽ അവബോധം ഉണ്ടാക്കുക. അപ്പൊ നമ്മുടെ മെയിൻ ആയിട്ടുള്ള അൾട്ടിമേറ്റ് ഉദ്ദേശം എന്താണ്? ഇതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് എൻ്റെ ആവശ്യകത. നമ്മൾ ഓസോൺ പാളികൾ നമ്മുടെ ഓരോരുത്തരുടെയും നമുക്ക് ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതല്ല, നമുക്ക് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യകത എന്ന് മനസ്സിലാക്കണം. അതിനുവേണ്ടി ഓരോ സ്ഥലങ്ങളിലും നമ്മൾ പ്രവർത്തിക്കാൻ തയ്യാറാകണം. അതുപോലെ തന്നെ ഓസോൺ ശോഷണത്തിന് കാരണമായേക്കാവുന്ന ഉൽപ്പന്നങ്ങളും ഉപയോഗം നിയന്ത്രിക്കുക അല്ലേ? നമ്മളിപ്പം നമ്മൾ ഉപയോഗിക്കുന്ന പല കാര്യങ്ങളും ഓസോൺ പാളികൾക്ക് ശോഷണത്തിന് കാരണമാകുന്നു എങ്കിൽ അതിൻ്റെ ഉപയോഗത്തെ ഓവറാൾ നിയന്ത്രിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് ചെയ്യുക. അപ്പം ഒന്നുകൂടി പറയുന്നു, ഓസോൺ ദിനം, ലോക ഓസോൺ ദിനം സെപ്റ്റംബർ 16. ഓസോൺ പാളി കാണപ്പെടുന്നത് എവിടെയാണ്? സ്ട്രാറ്റോസ്ഫിയറിലാണെന്ന് ആലോചിക്കുക. അപ്പം ഓസോൺ എവിടെയാണ് കാണപ്പെടുന്നത്? സ്ട്രാറ്റോസ്ഫിയർ അല്ലേ? യെസ്. അപ്പം അതിൽ തന്നെ സെപ്റ്റംബർ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് വയ്ക്കാം. സെപ്റ്റംബർ സ്ട്രാറ്റോസ്ഫിയറിലാണ്. ഓക്കെ, ഇനി ഓസോൺ അല്ലേ? ഓസോൺ അത് കൃത്യമായിട്ട് സെപ്റ്റംബർ 16 ലോക ഓസോൺ ദിനം എന്നുള്ളതും ഓർത്തു വെക്കുക. അപ്പൊ മൂന്നാമത്തെ പാളി, ഭൗമ ഉപരിതലത്തിൽ നിന്നുമുള്ള മൂന്നാമത്തെ പാളിയാണ് മിസോസ്ഫിയർ. അപ്പൊ സ്ട്രാറ്റോസ്ഫിയറിന്റെ മുകളിൽ ഏകദേശം 50 കിലോമീറ്റർ മുതൽ 80 കിലോമീറ്റർ വരെ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പറഞ്ഞു സ്ട്രാറ്റോസ്ഫിയർ ഏകദേശം 50 കിലോമീറ്റർ വരെയാണ്. അടുത്ത മൂന്നാമത്തേതായ മിസോസ്ഫിയർ 50 കിലോമീറ്റർ മുതൽ 80 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്നു എന്ന് പറഞ്ഞു. ഇനി ഇവിടുത്തെ പ്രത്യേകത എന്താണ്? ഉയരം കൂടും തോറും താപം കുറയുന്ന പ്രതിഭാസം ഈ പാളിയിലുണ്ട്. അപ്പം നമ്മൾ 3 പാളികൾ പഠിച്ചു അല്ലേ? ആദ്യത്തെ പാളിയായിട്ടുള്ള ട്രോപ്പോസ്ഫിയറിൽ ഓരോ 165 മീറ്ററിലും 1 ഡിഗ്രി താപം കുറയും. രണ്ടാമത്തെ സ്ട്രാറ്റോസ്ഫിയറിലാണെങ്കിലോ ഒരു പരിധി ഉയരം കഴിയുമ്പം താപം കൂടുമെന്ന് പഠിച്ചു. എന്നാൽ മൂന്നാമത്തെ പാളിയായ മിസോസ്ഫിയറിൽ എന്താണ് പറയുന്നത്? ഉയരം കൂടുന്തോറും താപം കുറയുന്നു എന്നാണ് പറയുന്നത്. അപ്പം ഏകദേശം ഭൗമ ഉപരിതലത്തിൽ നിന്ന് ഏകദേശം 80 കിലോമീറ്റർ ഉയരത്തിലെത്തുമ്പോഴേക്കും താപനില -100 ഡിഗ്രി സെൽഷ്യസ് വരെ താഴുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് പാളിയിലാണ് ഏകദേശം 80 കിലോമീറ്റർ ഉയരത്തിലെത്തുമ്പോഴേക്കും താപനില -100 ഡിഗ്രി സെൽഷ്യസ് വരെ താഴുന്നത് എന്ന് ചോദിച്ചാൽ അതേതാണ്? മിസോസ്ഫിയർ ആണ്.
അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനിലയാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. അപ്പൊ അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനില അനുഭവപ്പെടുന്ന പാളിയാണ് മിസോസ്ഫിയർ. ഭൗമ ഉപരിതലത്തിലേക്ക് കടന്നെത്തുന്ന ഉൽക്കകൾ മിക്കതും കത്തിച്ചാരമാകുന്നത് ഈ പാളിയിലാണ്. നമുക്ക് കണക്ട് ചെയ്യാം മെസോസ്ഫിയറിനും മീറ്റിയോഴ്സും അല്ലേ. മീറ്റിയോഴ്സ് ആണ് ഉൽക്കകൾ, മിസോസ്ഫിയർ അപ്പൊ മിസോസ്ഫിയർ കത്തിച്ചാമ്പലാകുന്ന പാളി ഏതാണ്? അത് മിസോസ്ഫിയർ ആണെന്ന് ഓർത്തു വെക്കുക. ഉൽക്കകൾ കത്തിച്ചാമ്പലാകുന്ന പാളി മിസോസ്ഫിയർ ആണെന്ന് മനസ്സിലാക്കുക. ഭൗമ ഉപരിതലത്തിൽ നിന്നും ഏകദേശം 80 കിലോമീറ്റർ ഉയരത്തിലെത്തുമ്പോഴേക്കും താപനില -100°C വരെ താഴുന്ന പാളി മിസോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയറിന് മുകളിലായി കാണപ്പെടുന്ന പാളി മിസോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയറിന് മുകളിലായി ഏകദേശം 50 കിലോമീറ്റർ മുതൽ 80 കിലോമീറ്റർ വരെ വ്യാപിച്ചിരിക്കുന്ന അന്തരീക്ഷ പാളി മിസോസ്ഫിയർ അല്ലെ. ഉയരം കൂടുന്തോറും താപം കുറയുന്ന പ്രതിഭാസമുള്ള പാളി മിസോസ്ഫിയർ. അപ്പൊ ഇതെല്ലാം ഓർത്തു വെക്കുക. അടുത്തത് ഭൗമ ഉപരിതലത്തിൽ നിന്നും 4ാമത്തെ പാളിയാണ് തെർമോസ്ഫിയർ. മിസോസ്ഫിയറിന് മുകളിൽ ഏകദേശം 80 മുതൽ 400 കിലോമീറ്റർ വരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളിയാണ്. അപ്പം 80 to 400 അല്ലെ. 80 to 400. നമ്മൾ 50 വരെ എന്താണ് പഠിച്ചു? സ്ട്രാറ്റോസ്ഫിയർ പഠിച്ചു. അതിന് മുകളിലായിട്ട് നമ്മൾ പഠിച്ചു മെസോസ്ഫിയർ ആണെങ്കിൽ 50 to 80 പഠിച്ചു. അടുത്ത പാളി തെർമോസ്ഫിയർ ആണെങ്കിലോ 80 മുതൽ 400 വരെ 400 കിലോമീറ്റർ വരെ ഉയരത്തിലുള്ള പാളിയാണ് ഏതടാ? അതാണ് തെർമോസ്ഫിയർ. ഓക്കെ. ഉയരം കൂടുന്തോറും താപനില കൂടി വരുന്നു. അപ്പം ഉയരം കൂടുന്തോറും ഇവിടെയും താപനില എന്താണ്? കൂടി വരുന്നു. ഇവിടെ എന്താണ് 80 ആവുമ്പോൾ -° ആകും എന്ന് പറഞ്ഞു. മിസോസ്ഫിയറിലാണെങ്കിൽ മൈനസ്, അങ്ങനെ കണക്കാക്കാം. മൈനസ് ഡിഗ്രി തണുപ്പ്, -° മെസോസ്ഫിയർ, അതുപോലെ തന്നെ മീറ്റിയോഴ്സ്, ഇതൊക്കെ നിങ്ങൾ കണക്ട് ചെയ്ത് പഠിക്കുക. എല്ലാം M-ലാണ് തുടങ്ങുന്നത്. ഓക്കെ. അതേപോലെ തെർമോസ്ഫിയറിൽ എന്ത് പഠിച്ചു? തെർമോസ്ഫിയറിൽ പഠിച്ചത് എന്താണ്? ഉയരം കൂടുന്തോറും താപനില കൂടി വരുന്നു എന്ന് പഠിക്കുക. തെർമോസ്ഫിയർ ടെമ്പറേച്ചർ അങ്ങനെയൊക്കെ ഒന്ന് കണക്ക്. അപ്പൊ താപം കൂടി വരും. ടെമ്പറേച്ചർ അല്ലേ തെർമോസ്ഫിയർ. അപ്പൊ താപം കൂടി വരും. തെർമോസ്ഫിയറിന്റെ താഴ്ന്ന ഭാഗത്തെ അയോണോസ്ഫിയർ എന്ന് വിളിക്കുന്നു. ഇനി ഈ തെർമോസ്ഫിയറിന്റെ താഴ്ന്ന ഭാഗത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഇതൊരു പാളിയാണ് എങ്കിൽ ഇതിന്റെ താഴെ ഭാഗത്തെ നമ്മൾ അയണോസ്ഫിയർ എന്ന് വിളിക്കുന്നു. ഓർത്ത് വയ്ക്കുക. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് ചോദിക്കാൻ എന്തൊക്കെ ചോദിക്കാം? മിസോസ്ഫിയറിന് മുകളിലായി ഏകദേശം 80 മുതൽ 400 കിലോമീറ്റർ വരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പാളി ഏതാണ്? തെർമോസ്ഫിയർ ആണ്. അന്തരീക്ഷത്തിലെ പാളിയാണ് തെർമോസ്ഫിയർ. ഓക്കെ. ഉയരം കൂടുന്തോറും താപനില കൂടി വരുന്ന പാളി വേറെയും ഉണ്ട്. ഓപ്ഷനിൽ വേറെ ഒന്നുമില്ല. ഇത് കൃത്യമായിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എഴുതാം. തെർമോസ്ഫിയറിന്റെ താഴ്ന്ന ഭാഗത്തെ എന്ത് വിളിക്കുന്നു? അയണോസ്ഫിയർ എന്ന് വിളിക്കുന്നു. അപ്പൊ എന്താണ് അയണോസ്ഫിയർ? അന്തരീക്ഷത്തിന്റെ ഏകദേശം 80 മുതൽ 400 കിലോമീറ്റർ വരെ ഉയരത്തിൽ അൾട്രാവയലറ്റ്, എക്സ്റേ തുടങ്ങിയ തീവ്ര സൂര്യരശ്മികൾ വാതക തന്മാത്രകളെ അയോണുകളാക്കി മാറ്റുന്നു. അപ്പൊ ഇവിടെ എന്താണ് പ്രധാനപ്പെട്ടത് പറയുന്നത്? അന്തരീക്ഷത്തിന്റെ ഏകദേശം 80 മുതൽ 400 കിലോമീറ്റർ വരെ ഉയരത്തിൽ എന്തൊക്കെ? അൾട്രാവയലറ്റ്, എക്സ്റേ തുടങ്ങിയ തീവ്ര സൂര്യരശ്മികൾ വാതക തന്മാത്രകളെ അയോണുകളാക്കി മാറ്റുന്നു. എന്താണ്? വാതക തന്മാത്രകളെ എന്താക്കി മാറ്റുന്നു? അയോണുകളാക്കി മാറ്റുന്നു. ഈ പ്രക്രിയയെ അയോണീകരണം എന്നും ഈ പ്രവർത്തനം നടക്കുന്ന മണ്ഡലത്തെ അയണോസ്ഫിയർ എന്നും വിളിക്കുന്നു. അപ്പൊ എന്താണ് പറഞ്ഞത്? അൾട്രാവയലറ്റ്, എക്സ്റേ തുടങ്ങിയ തീവ്ര സൂര്യരശ്മികളെ രശ്മികൾ വാതക തന്മാത്രകളെ അയോണുകളാക്കി മാറ്റുന്നത് എവിടെ വെച്ചാണ്? അയണോസ്ഫിയറിൽ വച്ചാണ്. അപ്പം എന്താണ് പറഞ്ഞത്? അന്തരീക്ഷത്തിന്റെ ഏകദേശം 80 മുതൽ 400 കിലോമീറ്റർ വരെ ഉയരത്തിൽ അൾട്രാവയലറ്റ്, എക്സ്റേ തുടങ്ങിയ തീവ്ര സൂര്യരശ്മികൾ വാതക തന്മാത്രകളെ അയോണുകളാക്കി മാറ്റുന്നു എന്ന് മനസ്സിലാക്കുക. അപ്പം ഈ പ്രക്രിയ, ഈ പ്രോസസ്സിനെ പറയുന്ന പേരാണ് അയോണീകരണം. ഇത് നടക്കുന്ന മണ്ഡലമാണ് അയണോസ്ഫിയർ. ഇത് രണ്ടും ഓർത്തു വയ്ക്കുക. അയോണുകൾക്ക് വൈദ്യുതിയെ കടത്തിവിടാൻ കഴിയും. അയോണുകളുടെ പ്രത്യേകത എന്താണ്? വൈദ്യുതിയെ അവർക്ക് കടത്തിവിടാനായിട്ട് സാധിക്കും. റേഡിയോ തരംഗങ്ങൾ വൈദ്യുത കാന്തിക തരംഗങ്ങളാണ്. അപ്പം റേഡിയോ തരംഗങ്ങൾ എന്തിന് ഉദാഹരണമാണ്? വൈദ്യുത കാന്തിക തരംഗങ്ങൾക്ക് ഉദാഹരണമാണ്.
അതുകൊണ്ട് ഈ മേഖല റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്നു. അപ്പം റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്നത് എവിടെ എന്ന് ചോദിച്ചാൽ അത് അയണോസ്ഫിയറിലാണ്. അപ്പം ഇവിടെ 3 പോയിന്റുകളാണ് പറഞ്ഞത്. എന്തൊക്കെയാണ്? 80 മുതൽ 400 കിലോമീറ്റർ വരെ ഉയരത്തിൽ അൾട്രാവയലറ്റ്, എക്സ്റേ തുടങ്ങിയ തീവ്രമായ സൂര്യരശ്മികൾ വാതക തന്മാത്രകളെ അയോണുകളാക്കി മാറ്റുന്നത് ഇവിടെ വച്ചാണ്. പിന്നെ എന്ത് പറഞ്ഞു? അപ്പം അങ്ങനെ നടക്കുന്ന ആ പ്രോസസ്സ് പറയുന്നത് അയോണീകരണം എന്നും അത് നടക്കുന്നത് ആ മണ്ഡലം അയണോസ്ഫിയറുമാണെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ എന്ത് പറഞ്ഞു? അയോണുകൾക്ക് വൈദ്യുതിയെ കടത്തിവിടാൻ കഴിയും, അല്ലെ കണ്ടക്ട് ചെയ്യാൻ കഴിയും, ഗുഡ് കണ്ടക്ടറാണ്. അപ്പം അയോണുകൾക്ക് എന്താണ്? അയോണുകൾക്ക് വൈദ്യുതിയെ കടത്തിവിടാൻ കഴിയും. ഓക്കെ, റേഡിയോ തരംഗങ്ങൾ വൈദ്യുത കാന്തിക തരംഗങ്ങളാണ്. അപ്പൊ റേഡിയോ തരംഗങ്ങൾ, റേഡിയോ വേവ്സ് എന്താണ്? അത് വൈദ്യുത കാന്തിക തരംഗം, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സുകളാണ്, അല്ലെ? അതുകൊണ്ട് ഈ മേഖല റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാകുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ അയണോസ്ഫിയർ റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര പ്രക്ഷേപണത്തിന് വഴിയൊരുക്കുന്നു, അല്ലെങ്കിൽ സാധ്യമാക്കുന്നു എന്ന് മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? അപ്പൊ നമ്മളിവിടെ എന്തൊക്കെ പറഞ്ഞു? ഏകദേശം ഇതിന്റെ ഹൈറ്റ് പറഞ്ഞു, അല്ലേ? പിന്നെ എന്താണ് പറഞ്ഞത്? അൾട്രാ വയലറ്റ്, എക്സ്റേ, ഈ 2 കാര്യങ്ങൾ ഓർത്ത് വെക്കുക. പിന്നെ എന്ത് പറഞ്ഞു? ഈ പ്രക്രിയ അയണീകരണം എന്ന് അറിയുന്നു എന്ന് പറഞ്ഞു. അയോണുകൾ വൈദ്യുതിയെ കടത്തിവിടുന്നു എന്ന് പറഞ്ഞു. റേഡിയോ തരംഗങ്ങൾ വൈദ്യുത കാന്തിക തരംഗങ്ങളാണ് എന്ന് പറഞ്ഞു. റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര പ്രക്ഷേപണം ഇവിടെ സാധ്യമാക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം ഇവിടെ ഒരു 3-4 പോയിന്റ് ഉണ്ട് കൃത്യമായിട്ട്. അയണോസ്ഫിയർ, അയണോസ്ഫിയർ എന്തിന്റെ ഭാഗമാണ്? തെർമോസ്ഫിയറിന്റെ ഭാഗമാണെന്ന് കൂടി ഓർത്തു വയ്ക്കുക. ഇനി നമ്മുടെ 5 ലെയർ ആയിട്ടല്ലേ നമ്മൾ ട്രോപ്പോസ്ഫിയർ പഠിച്ചു, സ്ട്രാറ്റോസ്ഫിയർ പഠിച്ചു, 3ാമത്തെ 3 മെസോസ്ഫിയർ പഠിച്ചു, 4ാമത്തേത് തെർമോസ്ഫിയർ പഠിച്ചു. നമ്മുടെ 5ാമത്തെ ലെയർ ആണ് എക്സോസ്ഫിയർ. അന്തരീക്ഷത്തിലെ ഏറ്റവും മുകളിലുള്ള പാളിയാണിത്. അപ്പം ഇങ്ങനെ ചോദിക്കാം, ഭൗമോപരിതലത്തിൽ നിന്നും അന്തരീക്ഷത്തിലെ ഏറ്റവും ഉയരം കൂടിയ പാളി, അല്ലെങ്കിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പാളി എക്സോസ്ഫിയർ. 400 കിലോമീറ്ററിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന എക്സോസ്ഫിയർ എന്ന അന്തരീക്ഷ പാളിയിൽ വായു തന്മാത്രകളുടെ സാന്നിധ്യം ക്രമേണ കുറഞ്ഞ് ബഹിരാകാശത്തിന്റെ ഭാഗമായി മാറുന്നു. നമ്മൾ പോകുന്തോറും ഇവിടെ വായു തന്മാത്രകളുടെ പ്രസൻസ് അങ്ങ് കുറഞ്ഞിട്ട് പിന്നെ ഇതെന്ത് ചെയ്യുന്നു? നമ്മുടെ ബഹിരാകാശ ഔട്ടർ സ്പേസുമായിട്ട് അതങ്ങ് ലയിക്കുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ നമ്മൾ 5 എണ്ണമാണ് പറഞ്ഞത്, അല്ലേ? ഏതൊക്കെ പറഞ്ഞടാ? ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മെസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ. ഇങ്ങനെ നിങ്ങൾ നോട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഓരോന്നിലും, അല്ലെ, മഴ, മഞ്ഞ് പ്രതിഭാസങ്ങൾ കാണപ്പെടുന്നു പറഞ്ഞു. ഓരോ 165 മീറ്റർ വരുമ്പം 1 ഡിഗ്രി താപം കുറയുന്നു എന്ന് പഠിച്ചു, അല്ലെ? അതുപോലെ ഓസോൺ ലെയർ കാണുന്ന പാളി ഏതാണ്? പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. സ്ട്രാറ്റോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ. മെസോസ്ഫിയർ, മീറ്റിയോർസ് കാണുന്ന പാളി. അതുപോലെ തന്നെ തെർമോസ്ഫിയറിന്റെ ഭാഗമാണ് ഏത്? അയണോസ്ഫിയർ. അയണോസ്ഫിയറിന്റെ പ്രത്യേകതകൾ നമ്മൾ പഠിച്ചു. ഇതിന്റെ ഹൈറ്റ് പഠിക്കണം. അടുത്ത എക്സോസ്ഫിയർ, ഔട്ടർ സ്പേസുമായിട്ട് ചേർന്ന് വരുന്ന പാളിയാണ് എന്ന് പഠിച്ചു, അല്ലേ? അപ്പം നിങ്ങൾ ഓരോന്നും ഇങ്ങനെ മൊത്തത്തിൽ എഴുതിയതിന് ശേഷം ഓരോന്നിന്റെ പ്രത്യേകതകളെ പോയിന്റ് ഇതിവിടെ ഇതിന് തീർന്നോ? ഇല്ല, ഒരുപാട് പോയിന്റുകൾ പറയാനുണ്ട് ഓരോന്നിനും. അതിന്റെ ഹൈറ്റ്, അതിന്റെ പോയിന്റ്സ് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യുക. ഓക്കെ, നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. കുറച്ച് ചോദ്യങ്ങളേ ഉള്ളൂ. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന വാതകം ഏതാണെടാ? ഓക്സിജൻ ആണോ, കാർബൺ ഡയോക്സൈഡ് ആണോ, നൈട്രജൻ ആണോ, ഹൈഡ്രജൻ ആണോ? നമ്മൾ പഠിച്ചതനുസരിച്ച് നൈട്രജൻ എത്ര? 78%, ഓക്സിജൻ 21%. ഈ 1% ബാക്കിയെല്ലാം ഉൾപ്പെടുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ ഏതാണ്? നൈട്രജൻ ആണ്. രണ്ടാമത്തെ ചോദ്യം, അന്തരീക്ഷ വായുവിലെ നൈട്രജനും ഓക്സിജനും കൂടി ആകെ അന്തരീക്ഷ സംരചനയുടെ എത്ര ശതമാനം ഉൾക്കൊള്ളുന്നു? അല്ലെ, നൈട്രജൻ എത്രയാണ്? 78%, ഓക്സിജൻ 21%. രണ്ടും കൂടി പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 99 കിട്ടും. 78, 21, 99% കിട്ടും. എന്തുകൊണ്ടാണ്? കൃത്യമായിട്ട് നോക്കി വെച്ചേക്കുക. അടുത്ത ചോദ്യം, തീവ്ര സൂര്യരശ്മികളായ അൾട്രാവയലറ്റ്, എക്സ്റേ എന്നിവ അന്തരീക്ഷത്തിലെ വാതക തന്മാത്രകളെ അയോണുകളാക്കി മാറ്റുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരെന്താണ്?
എന്താണെടാ? സൂര്യരശ്മികൾ, അൾട്രാ വയലറ്റ്, എക്സ്റേ എന്നിവയെ അന്തരീക്ഷത്തിലെ വാതക തന്മാത്രകൾ. നമ്മൾ എന്താണ് പഠിച്ചു? അയോണീകരണം എന്ന് പഠിച്ചു. അയോണീകരണം. അയണോസ്ഫിയറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പഠിച്ചില്ലേ? അന്തരീക്ഷത്തിലെ ഏറ്റവും മുകളിലുള്ള പാളി ഏതാണ്? അന്തരീക്ഷത്തിലെ ഏറ്റവും മുകളിലുള്ള പാളി ഏത്? എക്സോസ്ഫിയർ അല്ലെ? എക്സോസ്ഫിയർ. എക്സോസ്ഫിയർ. ആദ്യം ട്രോപ്പോസ്ഫിയർ, രണ്ടാമത്തത് സ്ട്രാറ്റോസ്ഫിയർ, മൂന്നാമത്തത് മെസോസ്ഫിയർ, നാലാമത്തത് തെർമോസ്ഫിയർ, അഞ്ചാമത്തത് എക്സോസ്ഫിയർ. കൃത്യമായിട്ട് ഓർത്തു വെക്കുക. അന്തരീക്ഷത്തിലെ ഏത് പാളിയിലാണ് വാതക തന്മാത്രകളുടെ സാന്നിധ്യം കുറഞ്ഞ് ക്രമേണ ബഹിരാകാശത്തിന്റെ ഭാഗമായി മാറുന്നത്? ഏറ്റവും അവസാനത്തെ പാളിയായ എക്സോസ്ഫിയർ ആണ്. അപ്പം ഇന്നത്തെ സെക്ഷൻ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവരും കൃത്യമായിട്ട് SCERT ചാപ്റ്ററുകളിൽ നോക്കുക. പോയിന്റുകൾ നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യുക. മറ്റൊരു സെക്ഷൻ SCERT സെക്ഷനുമായിട്ട് സഹകാരി റേസ് പ്ലസിന്റെ ഭാഗമായി വീണ്ടും കാണാം. ഈ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും. മറ്റൊരു സെക്ഷനിൽ വീണ്ടും കാണാം. താങ്ക്